ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മൾ ഖുറലിൻ്റെ 51-ാമത്തെ അധ്യായമാണ് പഠിക്കുന്നത്. വളരെ പുതുമയുള്ള ഈ ഖുറുൽ കൃത്യമായി നമുക്ക് നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നയന സാറിനെയും അതുപോലെ ഉഷ മാമിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഉഷ മാം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യ പ്ലെയിനിന്റെ ക്രാഷില് 242 പേർ മരണപ്പെട്ട വിവരം നമ്മളെ എല്ലാവരെയും, രാജ്യത്താകമാനം എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അതിന്റെ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും. ഈ ഒരു അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ ദുഃഖത്തിൽ പങ്കുചേരാം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുകൂടാതെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മറ്റൊരു സങ്കട വാർത്ത നമ്മെ തേടിയെത്തിയത്. പ്രിയപ്പെട്ട സാബു സാറിന്റെ മദറിൻലോ പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് വളരെയധികം നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരാം. അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ സങ്കടത്തോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരാം. നമ്മുടെ ഓരോരുത്തരുടെയും അനുശോചനം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുവാനും ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ പതിവ് പോലെ ഇന്ന് വെള്ളിയാഴ്ച തിരുക്കുറളിന്റെ ദിവസമാണ്. സാധാരണക്കാരുടെ ധാർമ്മികതയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ക്ലാസിക് തമിഴ് ഭാഷാ ഗ്രന്ഥമാണ് തിരുക്കുറൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ 7 വാക്കുകൾ വീതമുള്ള 1330 കുറളുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് യഥാക്രമം പുണ്യം, സമ്പത്ത്, സ്നേഹം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ജ്ഞാനശാസ്ത്രത്തിന്റെയും തത്വമീമാംസയുടെയും ആദ്യകാല സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ട ഈ ഗ്രന്ഥം തമിഴ് വേദം, ദിവ്യഗ്രന്ഥം, അഹിംസയുടെ എന്നിങ്ങനെയും വിശേഷിപ്പിച്ചിരിക്കുന്നു. അഹിംസയുടെ ആശയങ്ങളിൽ എഴുതിയിട്ടുള്ള ഈ കൃതി ഒരു വ്യക്തിയുടെ സദ്ഗുണങ്ങളായി അഹിംസയെയും ധാർമ്മിക സസ്യാഹാരത്തെയും ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവള്ളുവർ എന്ന ഋഷികവി ലോകത്തിന് സമ്മാനിച്ച അക്ഷയവും അമൂല്യവുമായ നിധിയാണ് തിരുക്കുറൾ. ഇന്ന് നമ്മൾ തിരുക്കുറളിന്റെ 51-ാമത്തെ അധ്യായം ആണ് ഇവിടെ വ്യാഖ്യാനം ചെയ്യുന്നത്. ഈ മഹത്തായ ഉദ്യമത്തിന്റെ അണിയറ ശില്പികളിൽ ഏറ്റവും പ്രധാനിയായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ മോഹൻദാസ് സാറിനെയും ആദി ഭഗവാൻ സാർ, അതുപോലെ ജോഷി സാർ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും, ഈ ഒരു ഉദ്യമത്തിന്റെ അണിയറ ശില്പികളായിട്ടുള്ള എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മോഹൻദാസ് സാറിനെ ഞാൻ ഈ ഒരു ഖുറലിന്റെ വ്യാഖ്യാനത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് സാർ. താങ്ക് യു. ഓവർ ടു സാർ. ഏവർക്കും സ്വാഗതം. നമസ്കാരം. ശരിക്കും പറയുകയാണെങ്കിൽ കവി തിരുവള്ളുവർ ഒരു അന്നത്തെ കാലഘട്ടത്തിലെ രാജ്യം ഭരിക്കുന്ന വ്യക്തി ആരായിക്കോട്ടെ, അവർക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ വേണം, സദ്ഗുണങ്ങൾ ഏതൊക്കെയാണ്, എങ്കിൽ മാത്രമേ ആ ഭരണം നല്ലൊരു ഭരണമായിട്ട് സദ്ഭരണമായിട്ട് മാറുകയുള്ളൂ എന്നാണ് അവന് ഓരോന്നിനും കുറിച്ചും പറയുന്നത്. ഏതൊക്കെ മേഖലകളിൽ പുള്ളി ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഏതൊക്കെ, അതായത് പുള്ളിയുടെ ചെവിയും കണ്ണും എപ്പോഴും വളരെ എന്താ പറഞ്ഞ പോലെ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാവും, അതുപോലെ തന്നെ എൻ്റെ ചുറ്റും എൻ്റെ കൂട്ടായിട്ട് കൂട്ടുന്ന വ്യക്തികളുടെ ഒക്കെ ഒരു സ്വഭാവവും പ്രവൃത്തിയും എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതിലാണ് അതിനെ. അങ്ങനെ ഓരോ അദ്ദേഹത്തിലും പറഞ്ഞു തന്നപ്പം ഇത്തവണ പറഞ്ഞിരിക്കുന്നത് അധികാരം 51 തെരിന്ത് തെളിതൽ. അതായത് ഒരു വ്യക്തിയെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അതിന് അദ്ദേഹത്തിന് ഒരു കൂട്ടായിട്ട് അല്ലെങ്കിൽ സുഹൃത്തായിട്ട് അല്ലെങ്കിൽ തൻ്റെ മന്ത്രിസഭയിലോ തൻ്റെ പ്രവർത്തിക്കുന്ന രീതിക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് വിവേചന ബുദ്ധി ഉപയോഗിച്ച് അർഹതയും പ്രാപ്തിയുമെല്ലാം നല്ലവണ്ണം കണ്ടറിഞ്ഞ്
പൂർണ്ണ ബോധ്യത്തോട് മാത്രമേ രാജാവ് മന്ത്രിമാരെയും മറ്റും തിരഞ്ഞെടുക്കാവൂ. അവരുടെ കുലം, ഗുണം, വിദ്യാഭ്യാസം, പ്രവൃത്തി മഹിമ ഇതെല്ലാം ചിന്തിക്കണം. കാഴ്ചപ്പാട്, കരുത്ത്, പ്രത്യുൽപ്പന്ന മതിത്വം, ജ്ഞാനം എന്നിവയെക്കുറിച്ചും ധാരണ വേണം. ഭരണത്തിന്റെ നന്മ, സുരക്ഷിതത്വം, അയൽ നാടുകളുമായുള്ള ബന്ധം, യുദ്ധവിജയം, ജനപ്രീതി തുടങ്ങി ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ശോഭനമാകുന്നതിനും അരസന്റെ കീർത്തി വർദ്ധിക്കുന്നതിനും എല്ലാം ഇങ്ങനെ തെരഞ്ഞെടുത്തുള്ള സ്വീകരണം അനിവാര്യമാകുന്നു. തമിഴിൽ പറയുമ്പം തേർതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരുതൽ എന്നുള്ള വാക്കിന് വേറൊരു പറയുന്നത് തേർതൽ. കുറെ കഴിയുമ്പോൾ ഈ 5-ാമത്തെ കുറൾ മുതൽ ആ വാക്ക് വരുന്നുണ്ട്. തേറുതൽ എന്ന് പറഞ്ഞാൽ സാറിന് ഫിൽറ്റർ എന്നുള്ള അർത്ഥമുണ്ട്. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്നുള്ളതുണ്ട്. അപ്പൊ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ തമിഴിൽ പറയുന്ന തേറൽ വந்தாச்சு എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ വന്നു, തിരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളതാണ്. അത് വേറെ ഒരു സന്ദർഭത്തിൽ ആ മീനിങ് ആണെങ്കിലും തിരഞ്ഞെടുക്കുക എന്നുള്ളതിനാണ്. അത് നമ്മളും അതുപോലെ തന്നെ ജനങ്ങളും തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ രാജാവും തിരഞ്ഞെടുക്കുകയാണ്. ആരെ? നല്ല പ്രവർത്തിയുള്ള ആൾക്കാരെ. അത് ആദ്യത്തെ കുറൾ 501. അறம், പൊരുൾ, ഇൻപം, ഉയിർ അച്ചം, നാൻകിൻ, തിറം തെരിന്ത് തേറപ്പെടും. തേറപ്പെടുന്നത് അവിടെ തന്നെ ആ വാക്ക് വന്നു. തേറ എന്ന് പറഞ്ഞാൽ തേർന്നെടുക്കുക എന്നുള്ള തമിഴില്. മലയാളത്തിലും ആ വാക്ക് തന്നെ വരുന്നുണ്ട്. തേർന്നെടുക്കുക, തിരഞ്ഞെടുക്കുക എന്നുള്ള മീനിങ് തന്നെയാണ്. അതായത് അறம், പൊരുൾ, ഇൻപം, ഉയിർക്കാக അഞ്ചും അച്ചം ആகிய 4 பகையாலும் ஆராயப்பட்ட பிறகே ഒരുവൻ ഒരു തൊഴിലുക്ക് ഉரியവനാக തെളിയപ്പെടുവാൻ അയാൾക്ക് അർഹത ഉണ്ടാകത്തുള്ളൂ. ഇനി അതിലെ അർത്ഥം പറയുകയാണെങ്കിൽ അறம் ധർമ്മ ഗ്രന്ഥങ്ങളിൽ നൈപുണ്യമുള്ളവനും, പൊരുൾ അർത്ഥശാസ്ത്രത്തിൽ വിദഗ്ധനും, ഇൻപം സുഖാനുഭവങ്ങളിൽ വിദഗ്ധ്യമുള്ളവനും, ഉയിരച്ചം ആത്മാഭിമാനബോധം തികഞ്ഞവനും ആയിരിക്കണം. നാൻകിൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളിലും തിറം അവന്റെ സാമർത്ഥ്യവും സ്ഥാനവും തിരിന്ത് നന്നായി ചിന്തിച്ചറിഞ്ഞ് തേറപ്പെടും അതിനുശേഷം മാത്രം അംഗീകരിക്കപ്പെടണം. ധർമ്മം, അർത്ഥം, കാമം, ആത്മാഭിമാന ബോധം ഈ 4ലും തികഞ്ഞ മഹത്വമുള്ളവനെ തിരഞ്ഞു പിടിച്ച് രാജാവ് സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അവൻ ഏതെങ്കിലും ഒന്നിലുള്ള അപക്വത മൂലം വരുത്തിവെക്കുന്ന അധാർമികമായ ദുഷ്പേര് രാജ്യത്തിന്റെയും രാജാവിന്റെയും സ്ഥാനമഹിമയ്ക്ക് മങ്ങലേൽപ്പിക്കും. അறம், പൊരുൾ, ഇൻപം, ഉയിരച്ചം, നാൻകിൻ, തിറം തെരിന്ത് തേറപ്പെടും. ഓവർ. ജോസ് ഉണ്ടോ? സാർ അബ്സെന്റ് ആണല്ലോ. സാറില്ല. അപ്പൊ സാറില്ല, അടുത്ത ആള് വിളിച്ചു പോയാൽ മതി. പറയോ? ഓക്കെ. കുറൾ 501. അறம், പൊരുൾ, ഇൻപം, ഉയിർ അച്ചം, നാൻകിൻ, തിറം തെരുന്തു തേറപ്പെടും. ധർമ്മം, അർത്ഥം, കാമം, അഭിമാനം 4ലും മേന്മയുറ്റോൻ അംഗീകാര്യൻ. ധർമ്മ, വെൽത്ത്, പ്ലഷർ, ഫിയർ. ആഫ്റ്റർ ടെസ്റ്റിംഗ് ഇൻ ദീസ് 4 a man can be trusted. സ്വന്തം വിവേചന ബുദ്ധി ഉപയോഗിച്ച് അർഹതയും പ്രാപ്തിയും സത്യസന്ധതയും വ്യക്തിത്വവുമെല്ലാം ഒന്നിനൊന്ന് തികഞ്ഞ നിഷ്പക്ഷരായ ആളുകളെ കണ്ടെത്തി പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമേ രാജാവ് അവരെ മന്ത്രിമാരായി തിരഞ്ഞെടുക്കാവൂ എന്ന് കുറൾ നിർദ്ദേശിക്കുന്നു. അവരുടെ കുലം, ഗുണം, സ്വഭാവശുദ്ധി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി മാഹാത്മ്യം തുടങ്ങിയവയെല്ലാം പരിഗണിക്കണം. അവരുടെ കാഴ്ചപ്പാട്, മഹത്വം, കരുത്ത്, പ്രത്യുത്മനതത്വം, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം, യുദ്ധസാമർഥ്യം, ജനപ്രീതി തുടങ്ങി ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ശോഭനമാകുന്നതിനും നാടിന്റെയും അരജന്റെയും കീർത്തി വർദ്ധിക്കുന്നതിനും എല്ലാം ഇങ്ങനെ തെരഞ്ഞെടുത്തുള്ള സ്വീകരണം അനിവാര്യമാകുന്നുവെന്ന് ഈ കുറൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുറൾ 501. അறம், പൊരുൾ, ഇൻപം,
ഉയിർ അച്ചം നാൻകിൻ തിറം തെരുന്തു തേറപ്പെടും. ധർമ്മം, അർത്ഥം, കാമം, അഭിമാനം നാലിലും മേന്മയുറ്റോൻ അംഗീകാര്യൻ. താങ്ക് യു. Thank you, ma'am. The Tirukural is a classic Tamil text consisting of 1,330 couplets or kurals, authored by Tiruvalluvar. It is renowned for its timeless wisdom on ethics, morality, and righteous living, offering guidance on various aspects of life. Chapter 51, Sense of Trust. This Chapter 51, Sense of Trust. This chapter emphasizes the crucial importance of careful celebration and establishing genuine trust before entrusting responsibilities to individuals. It warns against hasty decisions and highlights the far-reaching consequences of misplacing trust. The core message is that true wisdom lies in discerning character and ensuring reliability before commitment. Before you trust, test. Before you trust, test. We can explain the proverb. This proverb encapsulates the essence of Tirukural, chapter 51. It advises that one should not blindly place their faith in others, but instead thoroughly evaluate their character, capabilities, and sincerity. This meticulous assessment helps to prevent future disappointments and ensures that only trustworthy individuals are given important roles or responsibilities. Verse 501. Kural 501 states, Dharma, wealth, pleasure, and fear. Examine a man in these 4 situations and then you can trust him. This Kural from chapter 51, Sense of Trust, emphasizes the crucial need to test an individual's character across various life circumstances before entrusting them with significant responsibilities. It suggests that a person's true nature is revealed not just in favorable conditions, but particularly when facing moral dilemmas, financial temptations, personal desires, or intimidating situations. Only after observing their consistent adherence to principles and sound judgment in all these areas can one truly ascertain their reliability. For example, consider a person being evaluated for a leadership position. You might observe their conduct when faced with an opportunity to gain unfair wealth, that is wealth. How they maintain ethical standards even under pressure, dharma. Their self-control and discipline when pursuing personal gratification, pleasure. And their steadfastness when confronted with threats of or opposition, fear. If they consistently demonstrate integrity, wisdom, and resilience in these diverse situations, then they prove themselves worthy of trust and significant responsibilities. This comprehensive evaluation ensures that the trust placed is well-founded and minimizes the risk of betrayal or mismanagement. Thank you. Then 502. Nayanar sir. Yes. குடிப்பிறந்து
കുറ്റത്തിൽ നീങ്ങി പടു പറിയും നാണുടയാൻ கட்டே தெளிவு. நல்ல குடியில் பிறந்து குற்றங்களிலிருந்து நீங்கி பழியான செயல்களை செய்ய அஞ்சுகின்ற நாணம் உடையவனையே നമ്പി തെളിയ வேண்டும். അതായത് ഇതില് രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ആദ്യം എടുക്കുക. തെളിവ്, രാജാവിന്റെ വിശ്വാസം, എന്നിട്ട് ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്കിൽ അങ്ങനെ തന്നെ തുടർന്നു പോവുകയാണ്. കുടിപ്പിറന്ത്, കുടി, ജനിച്ച ആ കുടുംബം, ഉത്തമ കുലത്തിൽ ജനിച്ച് കുറ്റത്തിൽ നീങ്ങി തെറ്റുകുറ്റങ്ങൾക്ക് അതീതനായവനും വടു നമുക്ക് താഴ്ച വന്നു പോകരുതേ എന്ന് പരിയും ഭയപ്പെടുന്നവനും നാണുടയാൻ ലജ്ജാശീലമുള്ളവനും ആയ കട്ടെ ഒരുവന്റെ പേരിൽ ആയിരിക്കണം രാജാവ് ഒരാളിനെ ആ വിശ്വാസം അർപ്പിക്കേണ്ടത്. ഏറ്റവും അന്തസ്സുള്ള കുലീന കുടുംബത്തിൽ പിറന്നവനും തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തവനും അധവദനത്തെ ഭയപ്പെടുന്നവനും തികഞ്ഞ ഉൽപ്പതിഷ്ണവും സ്വതസിദ്ധമായ ലജ്ജാശീലമുള്ളവനുമായ ഒരുവൻ വിശ്വാസയോഗ്യനാകുന്നു. രാജാവ് അങ്ങനെയുള്ള ഒരുവനെയാണ് സ്വീകരിക്കേണ്ടത്. മുൻപറഞ്ഞ സദ്ഗുണങ്ങളിൽ അധിഷ്ഠിതമായ അവന്റെ നടപടികൾ രാജ്യത്തിന് മഹത്വവും അണയ്ക്കും. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ അർത്ഥപ്രകരണം അധികാരം 51. തെരിന്തു തെളിതൽ, തിരഞ്ഞെടുക്കൽ, അതായത് വിശ്വാസബോധം. കുറൾ 502. കുടിപ്പിറന്തു കുറ്റത്തിൻ നീങ്ങി വടുപ്പരിയും നാൺ ഉടയാൻ കട്ടയ തെളിവു. അഭിജാതൻ പിഴയറ്റോൻ ഉൽപ്പതിഷ്ണു ലജ്ജാഭരിത നവ നിൽത്താൻ തെളിച്ചം. ഇവിടെ 502 കുറളിൽ തിരുവള്ളുവർ പറയുന്നു, ഒരു രാജാവ് തന്റെ സഭയിലെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അഥവാ നിയോഗിക്കുമ്പോൾ തന്റെ വിവേചന ബുദ്ധി ശരിക്കും പ്രയോജനപ്പെടുത്തണം. കാരണം രാജാവെന്ന ശരീരത്തിലെ അംഗങ്ങളാണ് മന്ത്രിമാർ, അവയവങ്ങളാണ് മന്ത്രിമാർ. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു വേണം രാജഭരണം നടത്തേണ്ടത്. ഉത്തരവാദിത്വമുള്ള പദത്തിലിരിക്കുന്നയാൾ അവരെ അവഗണിച്ചുകൊണ്ടൊരു ഭരണം അചിന്തനം തന്നെ. അതുകൊണ്ട് അറിവും അർഹതയും പ്രാപ്തിയും കുശാഗ്രബുദ്ധിയും ഒക്കെയുള്ള മന്ത്രിമാരെ വേണം രാജാവ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിനായി അവരുടെ കുലം, അവരുടെ ഗുണം, അറിവ്, പ്രവൃത്തിയിലുള്ള പരിചയം, അതിലുള്ള മഹിമ, കാഴ്ചപ്പാട്, അവരുടെ ധൈര്യം, സ്ഥൈര്യം, കരുത്ത് എന്നിവയെക്കുറിച്ചൊക്കെ രാജാവിന് ഒരു ധാരണ ഉണ്ടായിരിക്കണം. യുദ്ധവിജയങ്ങൾ, ജനസമ്മതൻ, തൊട്ടടുത്ത രാജ്യങ്ങളുമായുള്ള സൗഹൃദം, ശത്രുവിജയം തുടങ്ങിയ ഭരണപരമായ കാര്യങ്ങളിൽ സദ്ഗതി ഉണ്ടാകുന്നതിനും നൃപന്റെ യശസ് നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനും എങ്ങനെയാണോ മനോഹരമായ നേത്രങ്ങൾക്ക് കൺമഷി ചാർത്തുമ്പോൾ ശോഭ വർദ്ധിക്കുന്നത്, അതുപോലെ തൻ്റെ അനുചരന്മാരെ, അതായത് മന്ത്രിമാരെ, അതുപോലെ മറ്റു പ്രധാന ഭരണ യന്ത്രം ചലിപ്പിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിലൂടെ രാജകീർത്തി വർദ്ധിക്കുന്നു. രാജാവിന്റെ വിശ്വാസം ഉത്തമകുലത്തിൽ ജനിച്ച് തെറ്റുകുറ്റങ്ങൾക്ക് അതീതനായവനും ലജ്ജാശീലമുള്ളവനുമായ ഒരുവന്റെ പേരിൽ ആയിരിക്കണം. ഏറ്റവും അന്തസ്സുള്ള കുലീന കുടുംബത്തിൽ പിറന്നവനും തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തവനും അധപതനത്തെ ഭയപ്പെടുന്നവനും തികഞ്ഞ ഉൽപ്പതിഷ്ണുവും സ്വതസിദ്ധമായ ലജ്ജാശീലമുള്ളവനുമായ ഒരുവൻ വിശ്വാസയോഗ്യനാകുന്നു. രാജാവ് അങ്ങനെയുള്ള ഒരുവനെയാണ് സ്വീകരിക്കേണ്ടത് മന്ത്രിപദത്തിലേക്ക്, മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ.
ഇപ്പറഞ്ഞ സദ്ഗുണങ്ങളിൽ അധിഷ്ഠിതമായ അവന്റെ നടപടികൾ രാജ്യത്തിന് മഹത്വമണയ്ക്കും. ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച മൗര്യ സാമ്രാജ്യം BC 321 മുതൽ BC 185 വരെ സാമ്രാജ്യം നിലനിന്നത് ഇന്ത്യ ഭൂഖണ്ഡം മുഴുവനായും ഒരു ഭരണാധികാരിയുടെ കീഴിൽ വന്നത് അക്കാലത്താണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചതോ അലക്സാണ്ടറുടെ പടയോട്ട കാലത്ത് പഞ്ചാബിൽ നിന്ന് പലായനം ചെയ്ത ഒരു ബ്രാഹ്മണ സന്യാസിയായ ചാണക്യനാണ്. രാജാവിന്റെ ബുദ്ധിയായി പ്രവർത്തിച്ചതെന്നും ആ ചാണക്യനാണ് പ്രവർത്തിച്ചതെന്നും ആ തിരഞ്ഞെടുക്കൽ എത്ര കണ്ട ഒരു ചക്രവർത്തിയെ ഉയർത്തിയെന്നും അതുപോലെ മഹാനാക്കിയെന്നും ചരിത്രം കാട്ടിത്തരുന്നു. മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായ അക്ബർ ചക്രവർത്തി തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രജകൾക്ക് സമ്മതനുമായി മാറുകയും അതുവഴി തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലുതും ശക്തനും സമ്പന്നവുമായ രാജ്യമായി അതിനെ മാറ്റുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന മന്ത്രിമാരുടെ തന്ത്രപരമായ മാർഗനിർദ്ദേശം അനുസരിച്ച് ആയിരുന്നുവെന്ന് നമുക്ക് കാണാം. അതിൽ പ്രധാനി ബീർബലും. രാജ്യഭരണത്തിൽ നിന്നും ആധുനിക ഭരണ സംവിധാനത്തിലും മന്ത്രിമാരുടെ പങ്ക് ഒരു രാജ്യത്തിന്റെ ഭരണയന്ത്രം ചലിക്കുന്നതിൽ സമുന്നത സ്ഥാനം വഹിക്കുന്നുവെന്നും ഓരോ മന്ത്രിമാരുടെയും പ്രവൃത്തി അനുസരിച്ച് ചിലർ വീണ്ടും വീണ്ടും ഇലക്ഷനുകളിൽ ജയിച്ചു വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കാം, ഇവർ ശരിക്കും മഹത്തുക്കൾ തന്നെയാണോ? സ്ഥാനത്തിന് അർഹരാണോ? ആയിരുന്നോ? ആയിരിക്കാം. ഒരു മന്ത്രിസഭയുടെ നിലനിൽപ്പ് അതിലെ അംഗങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും കാലാവധി പൂർത്തിയാക്കാനാകാതെ മന്ത്രിസഭകൾ തകരുന്നതാണ് നാം കാണുന്നത്. അത് തീർച്ചയായും മന്ത്രിസഭാ രൂപീകരണത്തിൽ ശ്രദ്ധ കൊടുക്കാതെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പാളിച്ചകൾ വരുന്നത് കൊണ്ടാകാം എന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ പുരാതന കാലമായിക്കോട്ടെ ആധുനിക കാലമായിക്കോട്ടെ തിരുവള്ളുവർ തിരുക്കുറളിലൂടെ പറഞ്ഞത് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒന്ന് തന്നെയാണ്. അതെ, അറിവും അർഹതയും പ്രാപ്തിയും കുശാഗ്ര ബുദ്ധിയുമുള്ളവരെ മാത്രമേ മന്ത്രിമാരായും മറ്റും തിരഞ്ഞെടുക്കാവൂ. ഇതിനായി അവരുടെ കുലം, ഗുണം, അറിവ്, പ്രവൃത്തി മഹിമ, കാഴ്ചപ്പാട്, കരുത്ത് എന്നിവയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുറൾ 502 കുടിപ്പിറന്ത് കുറ്റത്തിൽ നീങ്ങി വടുപ്പരിയും ഞാൻ ഉടയ്യാൻ കട്ടേ തെളിവു. അഭിജാതൻ പിഴയറ്റോൻ ഉൽപ്പതിഷ്ണു ലജ്ജാഭരിത നവ നിൽത്താൻ തെളിച്ചം. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ Part 2 Artha Chapter 51 Sense of Trust. കുടിപ്പിറന്തു കുറ്റത്തിൻ നീങ്ങി വടുപ്പരിയും നാൻ ഉടയാൻ കട്ടൈ തെളിവു. One who has shyness, noble legacy, no evils and scared of sinful acts is trustworthy. One who has shyness, noble legacy, no evils and scared of sinful acts is trustworthy. കുടിപ്പിറന്തു കുറ്റത്തിൻ നീങ്ങി വടുപ്പരിയും നാൻ ഉടയാൻ കട്ടേ തെളിവു. താങ്ക് യു. ഓവർ. കുറൾ 503 அரிய கற்று ஆசற்றார் கண்ணும் தெரியுங்கால் இன்மை அருவே வெளிறு. அரிய நூல்களை கற்று தேர்ந்து குற்றம் அற்றொரிடத்திலும் ஆராய்ந்து பார்க்கும் இடத்தில் அறியாமை ഇല്ലാതെ ഇരുപ്പത് അരുമയാകും. അതായത് അരിയ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് അരിയ. പഠിച്ചറിയുന്നതിന് പ്രയാസമേറിയ ഗ്രന്ഥങ്ങൾ പലതും, അതാണ് അരിയ.
വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ഇതിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചറിഞ്ഞ ഒരാൾക്ക് കറ്റ് നന്നായി പഠിച്ചറിഞ്ഞ് മൂന്നാമത്തെ വാക്ക് ആ ടു മുൻ പറയപ്പെട്ട തെറ്റുകുറ്റങ്ങളെ അറ്റാർ കണ്ണും ഇല്ലാതെയാക്കിയ വിദ്വാൻമാരിൽ പോലും തിരിയുങ്കാൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്ന പക്ഷം ഇനി രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് വെളിറ് അറിവില്ലായ്മ എന്നൊന്ന് രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇന്മൈ തീർത്തും ഇല്ലാതിരിക്കുക എന്ന അവസ്ഥ അരിതേ ഉണ്ടാവുക അസാധ്യം തന്നെ. അതായത് എത്ര മഹാനായിട്ട് എല്ലാം പഠിച്ച് അരച്ച് പിടിച്ചെന്നൊക്കെ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ അത്രയും പാണ്ഡിത്യം ഉണ്ടെങ്കിലും അങ്ങേർക്കും അറിയായ്മ ഉണ്ടായിരിക്കും. വളരെ അന്വേഷിച്ച് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങേർക്കും അറിയാത്ത കാര്യങ്ങളും ഉണ്ടാകും. ആ അവസ്ഥ ഉള്ളവരും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആരും, അതായത് എല്ലാം തികഞ്ഞ ജ്ഞാനികളോ അല്ലെങ്കിൽ എല്ലാ അറിവും നേടിയവരോ മറ്റൊരു ആരും തന്നെ കാണുകയില്ല എന്ന് പറയും. അതിന് ഉദാഹരണമായിട്ട് ഒരു ചെറിയൊരു സംഭവം പറയാണ്. മാർക്ക് ട്വെയിൻ ബില്ലിയാർഡ്സില് വളരെ പ്രഗത്ഭനായ ഒരു കളിക്കാരനായിരുന്നു മാർക്ക് ട്വെയിൻ. അപ്പം ഒരു ദിവസം അദ്ദേഹത്തെ അന്വേഷിച്ച് അയാളുടെ സുഹൃത്ത് വന്നു. അപ്പൊ അദ്ദേഹത്തെ കളിക്കാൻ വിളിച്ചു. സുഹൃത്തെ, നമുക്ക് ഒരു കളി, ബില്ലിയാർഡ്സിന്റെ ഒരു കളി കളിക്കുന്നത്. മാർക്ക് ട്വെയിൻ പറഞ്ഞത്, പുള്ളി വളരെ പാണ്ഡിത്യവും വളരെ അറിവുമുള്ള ഒരാളാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ കളിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഇടത് കൈകൊണ്ട് നിങ്ങൾ കളിക്കാൻ പാടുള്ളൂ. മാത്രമല്ല നിങ്ങൾ തോറ്റാൽ $100 എനിക്ക് തരണം എന്നും പറഞ്ഞു. കളി തുടങ്ങി. വന്ന ആള് നന്നായിട്ട് കളിച്ചു, ഇടത് കൈ കൊണ്ട് തന്നെ കളിച്ചു, വിജയിക്കുകയും ചെയ്തു. $100 മാർക്ക് ട്വെയിന് നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എതിരാളിയുടെ കൂടെ, നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഇത്രയും നന്നായിട്ട് കളിക്കുമെന്ന് ഞാൻ കണ്ടു, പക്ഷെ അതേസമയം വലത് കൈ കൊണ്ട് കളിച്ചിരുന്നെങ്കിലോ? മറ്റാൾ പറഞ്ഞു, വലത് കൈ കൊണ്ടാണ് ഞാൻ കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തോറ്റുപോയേനെ, ഞാൻ ഒരു ഇടം കയ്യനാണ്. അതായത് മാർക്ക് ട്വെയിൻ ഇത്രയും വളരെ ഏമനായിരുന്നിട്ട് പോലും മറ്റാളുടെ ആ ദുർബലം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കാതെ പോയി എന്നുള്ളതിനാണ് ഈ ഒരു ചെറിയൊരു സംഭവത്തിന് പറഞ്ഞിരിക്കുന്നത്. പോകാം. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. രാജധർമ്മം. അധികാരം 51. തെരുന്തു തെളിതൽ, തെരഞ്ഞെടുക്കൽ, സെൻസ് ഓഫ് ട്രസ്റ്റ്. കുറൾ 503. അരിയ കറ്റു ആചറ്റാർ കണ്ണും തെരിയുങ്കാൽ ഇന്മൈ അരിതേ വെളിറു. ഉത്തമ ഗ്രന്ഥജ്ഞന്മാരിൽ ആരാഞ്ഞാലും തെറ്റില്ലാതകൽ അസാധ്യം. സത്യം എന്നത് ഒരു വസ്തുവിനോ സ്ഥലത്തിനോ പ്രത്യേക സമയത്തിനോ ബാധകമാകുന്നതിനപ്പുറം ജീവിക്കുന്ന ഒന്നാണ്. ആർഷഭാരത സംസ്കാരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു രാജാവിന് പ്രധാന സ്ഥാനമുണ്ടായിരുന്നതായി കാണാൻ കഴിയും. തന്റെ പ്രജകളെയും അവരുടെ സമൃദ്ധിയെയും ജീവിത രീതിയെയും സംരക്ഷിക്കുന്ന കേന്ദ്ര വ്യക്തിത്വമായിരുന്നു രാജാവ്. അവരുടെ ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും സുഗമമാക്കുന്ന ധർമ്മ അവതാരമായിട്ടാണ് രാജാവിനെ കണക്കാക്കിയിരുന്നത്. സംശയാസ്പദവും സൗഹൃദപരവും കഠിനവും വാത്സല്യവും ഉള്ളവനും നീതിമാനും ഉദാരമതിയും വിനോദപ്രിയനും അച്ചടക്കമുള്ളവനുമായിരിക്കുന്നതിനുള്ള ഇടയിലുള്ള ഒരു ഇറുകിയ കയറിൽ രാജാവ് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് മത്സ്യപുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്നതിന് മുൻപ് സംശയാസ്പദമായിരിക്കാനും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും വ്യാപകമായി ചാരന്മാരെ നിയമിക്കുവാനും തന്റെ ഉദ്യോഗസ്ഥരെ ശ്രദ്ധാപൂർവം വിലയിരുത്തുന്നതിനും രാജാവിന് നിർദ്ദേശമുണ്ട്. അപരിചിതരെ വിശദമായി പരിശോധിക്കാതെ വിശ്വസിക്കരുതെന്നും തന്റെ താമസ സ്ഥലം രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഭക്ഷണം, വസ്ത്രം, പൂക്കൾ, ആഭരണങ്ങൾ തുടങ്ങിയ വ്യക്തിഗത വസ്തുക്കൾ പരിശോധിക്കാതെ ഒരിക്കലും ഉപയോഗിക്കരുതെന്നും രാജാവിനെ നിർദ്ദേശിക്കുന്നു. ഒരു രാജാവ് തന്റെ മന്ത്രിമാരിൽ നിന്ന് ഒറ്റയ്ക്കും വെവ്വേറെയും രഹസ്യ ഉപദേശം തേടേണ്ടതുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച ഉപദേശത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ
സ്വന്തമായി ഒരു തീരുമാനമെടുക്കുവാനും ഒരു നല്ല ഭരണാധികാരിക്ക് അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അൾട്ടിമേറ്റ്ലി ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ അധികാരം പൂർണ്ണമായും തന്റെ ജനത്തിന്റെ സ്നേഹത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ജനാനുരാഗ പ്രഭവ ഹി ലക്ഷ്മി ജ്ഞാനം യോ തോ ഭാസ്കർ വംശചന്ദ്ര തസ്മാൻ പ്രത്നേന നരേന്ദ്രമുഖ്യം കാര്യാനുരോഗോ ഭുവി മാനവേഷു. ഈ ലോകത്ത് ഒരു രാജാവിന്റെ അഭിവൃദ്ധി ആ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആയതിനാൽ രാജാക്കന്മാർ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുടെ അംഗീകാരം നേടാൻ എല്ലാ വിധത്തിലും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു രാജാവ് തന്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ കുറിളുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജന്മഗുണം, അറിവ്, ആർജിത സംസ്കാരം ഇതെല്ലാം കണക്കിലെടുത്തിട്ടായാലും ഒരു വിലയിരുത്തലിന് വിധേയമാകുമ്പോൾ ആദ്യം കണക്കിലെടുക്കേണ്ടത് പ്രവൃത്തി തന്നെയാണ്. പ്രവൃത്തി ഗുണം, പ്രവൃത്തി ദോഷം എന്നൊക്കെയുള്ള ചൊല്ലുകൾ നാട്ടുനടപ്പ് തന്നെയാണല്ലോ. ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും ദുഷ്ടൻ തന്നെയാണ്. ജന്മന മൂർഖനായ ഒരുവനെ നൂറ്റാണ്ടുകൾ കൊണ്ടും സ്വാത്വികനാക്കുവാൻ സാധിക്കുകയില്ല. ശർക്കരയുടെ കുന്നിന്മേൽ വേപ്പുമരത്തിന്റെ വിത്ത് നടുക, 1000 കൊല്ലം പാൽ കൊണ്ട് നനച്ചു വളർത്തുക, എന്തു ഫലം? വേപ്പ് ഒരിക്കലും മധുരിക്കുകയില്ല. ജന്മഗുണം സ്ഥായിയാണ്, അതൊരിക്കലും മറ്റൊന്നാവില്ല. മാവിൽ ചക്കയും പ്ലാവിൽ മാങ്ങയും ഉണ്ടാവുന്നില്ലല്ലോ. ചിലർ നല്ലവരെ പോലെ അഭിനയിക്കുകയും എങ്കിലും അവരെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മുഖം താമരപ്പൂ പോലെ പ്രസന്നവും വികസിതവും ആയിരിക്കും. ആ വാക്കുകൾ ചന്ദനം പോലെ കുളിരുന്നതായിരിക്കാം. പക്ഷേ മനസ്സോ അത് ആർത്തി കൊണ്ട് സദാ അഗ്നിയെ പോലെ ജ്വലിക്കുന്നതുമായിരിക്കും. ഇത് മൂന്നും അത്രേ ദുഷ്ടന്മാരുടെ ലക്ഷണം. മന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം ഒരു രാജാവിന്റെ മനസ്സിലുണ്ടാവണം. ഗുണം മാത്രമുള്ളവരായിട്ടും ദോഷം മാത്രമുള്ളവരായിട്ടും ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ. അതിനാൽ ഒരുവന്റെ ഗുണവശങ്ങളും ദോഷങ്ങളും നന്നായി ആരാഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഒരുവനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിലേതാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് കണ്ടിട്ട് വേണം ഒരാളെ മന്ത്രിയായി ആരോഹണം ചെയ്യേണ്ടത്. ഓർക്കുക, ആർക്കും കയറിയിരിക്കാവുന്ന ഒന്നല്ല സിംഹാസനം. കുറൾ 503. അരിയകറ്റു ആചറ്റാർ കണ്ണും തെരിയുങ്കാൽ ഇന്മൈ അരിതേ വെളിറു. ഉത്തമ ഗ്രന്ഥജ്ഞന്മാരിൽ ആരാഞ്ഞാലും തെറ്റില്ലാതാകൽ അസാധ്യം. Learned men of impeccable erudition also are rarely found without any sort of deficiency on close observation. Thank you. Thank you, ma'am. Learned men of impeccable erudition also are rarely found without any sort of deficiency on close observation. Kural 503 states, even among those who have learned our knowledge and are free from faults, it is difficult to find anyone completely free from ignorance when closely examined. This Kural from the chapter Sense of Trust offers a profound insight into human nature, suggesting that absolute perfection is a rarity, even among the most erudite individuals. It teaches that while one might be deeply knowledgeable and outwardly faultless, a deeper scrutiny will often reveal some subtle form of ignorance or deficiency. This underscores the need for continuous learning and humility, even for those considered wise. It serves as a reminder that human understanding is inherently limited and a degree of veliru, ignorance or imperfection, is almost universal. For example, a renowned scientist might be a brilliant physicist, making groundbreaking discoveries in their field, rare knowledge and free from faults in their specific area. However, when one delves into their understanding of, say, philosophy or art history, a noticeable lack of depth or even outright ignorance might emerge. Similarly, a highly ethical leader might possess
impeccable moral conduct, yet still exhibit a blind spot or a fixed prejudice on a particular social issue. Therefore, the Quran advises a nuanced approach to trust, acknowledging that even the most accomplished individuals have their limitations. Thank you, sir. Quran ഖുറൽ 504 വളരെ ലഘുവായിട്ടുള്ള ഒരു ഖുറലാണ്. എല്ലാവർക്കും എപ്പോഴും എവിടെയും ഉപയോഗിക്കാൻ നല്ല ഇതാണ്. ഗുണം നാടി കുറ്റമും നാടി അവറ്റുൾ മികൈ നാടി മിക്ക കൊള്ളാൻ. എല്ലാം തികഞ്ഞവരായിട്ട് ആരും കാണത്തില്ല, കുറവും കുറ്റവും കാണും. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത് അത് കണ്ട് അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുകൂടുക എന്നുള്ളത് വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് കവി പറയുകയാണ്. ഒരുവന്റെ ഗുണങ്ങളെ ആരാய்ந்து பிறகு குற்றங்களையும் ஆராய்ந்து மிகுதியானவை எவையென ஆராய்ந்து மிகுந்திருப்பவற்றால் തെളിந்து കൊള്ള വേണ്ടും. അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളുണ്ടാവും, ദോഷ ഗുണങ്ങളും ഉണ്ടാവും. അത് ഏതാണോ കൂടുതൽ നിങ്ങൾ നോക്കിയിട്ട് അദ്ദേഹത്തിനെ കൂട്ടുകൂടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഗുണം നാടി കുറ്റവും നാടി അവറ്റുൾ മികை നാടി മിക്ക കൊള്ളൽ. സദ്ഗുണങ്ങൾ മാത്രം തികഞ്ഞവരായോ തെറ്റുകുറ്റങ്ങൾ മാത്രം ഉള്ളവരായോ ആരും ഇല്ലാത്തതിനാൽ ഗുണം ഒരുവന്റെ നല്ല ഗുണങ്ങൾ നാടി ഏതൊക്കെ എന്ന് കണ്ടറിഞ്ഞ് കുറ്റമും അതുപോലെ അവന്റെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാടി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് മനസ്സിലാക്കി അവറ്റുൾ പിന്നീട് ഈ രണ്ടിലും മികൈ മുന്നിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് നാടി ചിന്തിച്ചറിഞ്ഞ് മികച്ചു നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുഴൽ സ്വീകരിക്കണം. നാടി എന്ന് പറയുമ്പോൾ അത് മൂന്നിടത്ത് മൂന്ന് രീതിക്കാണ് പറയുന്നത്. എന്തൊക്കെ എന്ന് കണ്ടറിഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കി ചിന്തിച്ചറിഞ്ഞ് എന്ന് പറയുന്നുണ്ട്. ഗുണം നാടി കുറ്റം നാടി അവற்றிൽ മികை നാടി മിക്ക കുഴൽ. ഓക്കെ, താങ്ക് യു സർ. 504 ഖുറാൻ 504. ഗുണം നാടി കുറ്റമും നാടി അവറ്റുൾ മികை നാടി മിക്ക കൊളൽ. മെച്ചത്തെ ദോഷത്തെ പ്രത്യേകമാരാഞ്ഞു സൽഗുണമേറുകിൽ ശങ്കിയ തേറ്റിടാം. ഗുണവും ദോഷവും വിവേചിച്ചു നോക്കി ഗുണം കൂടുകയാണെങ്കിൽ അയാളെ സ്വീകരിക്കാം. ഒരാളെ ഫ്രണ്ടായി സ്വീകരിക്കണമെങ്കിൽ അവരുടെ ഗുണദോഷങ്ങൾ നാം മനസ്സിലാക്കണം. നന്മയും തിന്മയും മനസ്സിലാക്കണം. നന്മയും തിന്മയും മനുഷ്യ സഹജമാണ്. രാജ്യപരിപാലനത്തിൽ സേവകരെ നിയമിക്കുമ്പോൾ അവരുടെ നന്മ തിന്മകൾ നേരിട്ട് മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്തു വേണം രാജാവ് തൻ്റെ അധികാരധർമ്മം പാലിക്കേണ്ടത്. നന്മ തിന്മകളെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുന്നതിൽ രാജാവ് ജാഗരൂകനായിരിക്കണം എന്നാണ് ഈ ഖുറൽ സമർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അത് രാജാവിൻ്റെ ഭരണത്തെയും രാജ്യത്തെയും ബാധിക്കും. താങ്ക് യു സർ. താങ്ക് യു. ഖുറൽ 504. ഗുണം നാടി കുറ്റമും നാടി അവറ്റുൾ മികை നാടി മിക്ക കൊള്ളാൻ. According to analysis of good and bad and knowing merit, one should be taken into confidence. Tirukkural 504 states, let a king consider a man's good qualities as well as his faults and then judge of his character by that which prevails. In simple terms, a leader should evaluate a person by considering both their positive traits and their weakness, and then make an assessment based on which aspects dominate. This Quran emphasizes that a ruler should not be swayed by either extreme, not just by a person's strengths, nor solely by their faults. A balanced perspective is crucial for accurate judgment. ഗുണം നാടി കുറ്റമും നാടി അവറ്റുൾ മികை നാടി മിക്ക കൊള്ളാൻ. താങ്ക് യു. ഓവർ സർ.
505. അതും വളരെ ലളിതമായിട്ടുള്ളതാണ്. ഒരാളുടെ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ അറിയാമല്ലോ. വളരെ ലഘുവായിട്ട് കവി പറയുകയാണ്. സ്വർണത്തിന്റെ മാറ്റുരയ്ക്കുന്നത് ആ കല്ലാണ്, ഉരക്കല്ലാണ്. അതേപോലെ അവനവന്റെ പ്രവൃത്തി കൂടി, അവൻ ചെയ്യുന്ന കർമ്മത്തിൽ കൂടി അതായിരിക്കും അവന്റെ ഉരക്കല്ല്. അവന്റെ ഗുണത്തിനെ തിരിച്ചറിയാനുള്ള ഉരക്കല്ല് എന്ന് വളരെ ലളിതമായിട്ട് പറയുന്നു. പെരുമയ്ക്കും ഏனை சிறுமைக்கும் தத்தம் கருமமே கட்டளை கல். மக்களுடைய குணங்களாகிய பெருமைக்கும் குற்றங்களாகிய சிறுமைக்கும் தேர்ந்தறியும் உரைக்கல்லாக இருப்பவை அவரவருடைய செயல்களே ஆகும். ആഭിജാത്യം, സദ്ഗുണം, ജ്ഞാനം തുടങ്ങി മനുഷ്യർക്കുള്ളതായ പെരുമയ്ക്കും മഹത്വത്തിനും ഏனை മറ്റ് കാണപ്പെടുന്നതായ സിറുമയ്ക്കും അല്പത്വങ്ങൾക്കും, എന്നിട്ട് രണ്ടാമത്തെ വരയിലെ അവസാനത്തെ വാക്കാണ് എടുക്കുന്നത്. കട്ടളൈ കൽ, പൊന്നിന്റെ മാറ്റ് ഉരച്ചു നോക്കി അറിയാനുള്ള കല്ല്, ഉരക്കല്ല്. തത്തം, അവനവൻ ചെയ്യുന്ന കരുമമേ, പ്രവൃത്തികൾ തന്നെ എന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. ജന്മഗുണം, അറിവ്, ആർജിത സംസ്കാരം ഇതെല്ലാം കണക്കിലെടുത്തിട്ടായാലും ഒരുവന്റെ മഹത്വത്തിനും അവന്റെ തന്നെ അല്പത്വത്തിനും ഉരക്കല്ലായി വർദ്ധിക്കുന്നത് അവനവന്റെ കർമ്മം മാത്രമാകുന്നു. അതായത് ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയാണ് അവന്റെ മഹത്വവും അല്പത്വവും മറ്റുള്ളവർ നിർണയിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 51, തെരുന്തു തെളിയൽ, തിരഞ്ഞെടുക്കൽ, വിശ്വാസ ബോധം. കുറൾ 505. പെരുമയ്ക്കും ഏனை சிறுமைக்கும் தத்தம் കരുമമേ കട്ടളൈക്കൽ. മേന്മയ്ക്കും അല്പത്വങ്ങൾക്കും ഒരുത്തന്റെ കർമ്മം താൻ ഉരകല്ലാകുന്നു. മേന്മയ്ക്കും അല്പത്വങ്ങൾക്കും ഒരുത്തന്റെ കർമ്മം താൻ ഉരകല്ലാകുന്നു. ജന്മഗുണം, അറിവ്, ആർജിത സംസ്കാരം ഇതെല്ലാം കണക്കിലെടുത്തിട്ടായാലും ഒരുവന്റെ മഹത്വത്തിനും അവന്റെ തന്നെ അല്പത്വത്തിനും ഉരകല്ലായി വർത്തിക്കുന്നത് അവനവന്റെ കർമ്മം മാത്രമാണ്. അതായത് ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയാണ് അവന്റെ മഹത്വവും അല്പത്വവും മറ്റുള്ളവർ വിലയിരുത്തുന്നത്. മനുഷ്യർക്കുള്ളതായ മാഹാത്മ്യത്തിനും മറ്റ് കാണപ്പെടുന്നതായ അല്പത്വങ്ങൾക്കും സ്വർണത്തിന്റെ മാറ്റ് ഉരച്ചു നോക്കി അറിയാനുള്ള ഉരകല്ല് തന്നെയാണ് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ. ഒരുവന്റെ മഹത്വം അറിയുന്നത് അവന്റെ കർമ്മത്തിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. അതെല്ലാവർക്കും അറിവുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെ ജയിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളൊരു കാര്യമായി തോറ്റു കൊടുക്കുന്നത്. ഉദാഹരണമായി മഹാഭാരതത്തിലെ കർണനെ നമുക്കൂടെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. തന്റെ കവചകുണ്ടലങ്ങൾ ജീവൻ പോകാതിരിക്കാൻ അത്യാവശ്യമാണെന്നിരിക്കെ അത് ദാനം ചെയ്യുന്നു, മരണം പോകുന്നു. ഇവിടെ അർജുനനാൽ വധിക്കപ്പെടുന്നുവെങ്കിലും വീരനായ കർണൻ നമ്മുടെ മനസ്സുകളിൽ അജയ്യനായി എക്കാലവും നിലകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രജാതൽപരനായ ശ്രീരാമൻ പിതാവ് ദശരഥന് രാജ്യത്തെ എല്ലാത്തിനേക്കാളും ഉപരിയായി ശ്രദ്ധിക്കുമെന്നും ജനക്ഷേമകരമായി ഭരിക്കുമെന്നും രാജ്യത്തെ സംരക്ഷിക്കുമെന്നും ഉറപ്പുകൊടുക്കുന്നതിനാൽ രാവണനിൽ നിന്ന് മോചിപ്പിച്ച തന്റെ പത്നിയായ ജനകനന്ദിനി എന്നറിയപ്പെടുന്ന സീതയെ നിർദോഷിയാണെന്ന് അറിയാമായിരുന്നിട്ടും തമസാ നദിക്കരയിലെ വാൽമീകി ആശ്രമത്തിൽ ഉപേക്ഷിച്ചു വരാനായി ലക്ഷ്മണന് നിർദ്ദേശം കൊടുക്കുന്നു. ഇവിടെ മഹാനായ ശ്രീരാമനെ ആരും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് വെറുക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തി സത്പ്രവൃത്തിയായതിനാലാണോ അല്ലയോ?
അത് സുസൂക്ഷ്മം നോക്കുമ്പോൾ അങ്ങനെയാണ് കരുതേണ്ടത്, സത്പ്രവൃത്തിയായിട്ടാണ് കരുതേണ്ടത്. കാരണം ആ സമയത്ത് അത് അനിവാര്യമായിരുന്നു എന്ന് കാണാം. 3 കാരണങ്ങളാലാണ് അദ്ദേഹം ആ പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനാകുന്നത്. ഒന്നാമത്തേത്, അദ്ദേഹത്തിന് വേണ്ടി പിന്നെ കസേരയും അതുപോലെ പിന്നെ അദ്ദേഹത്തിന്റെ മെതിയടികൾ വെച്ചാണ് ഭരതൻ അദ്ദേഹത്തിന്റെ ഇല്ലാത്ത വനവാസം നടത്തിയ സമയത്ത് ഭരിക്കുന്നത് രാജ്യം. അങ്ങനെ നോക്കുമ്പോൾ ശ്രീരാമൻ അറിയാം സഹോദരന്മാർ രാജഭരണം ഏറ്റെടുക്കില്ല. അതുപോലെ അയോധ്യയിലെ സ്ത്രീകൾ ഇത് അനുകരിക്കാൻ പാടില്ല. കാരണം ഒരു അലക്കുകാരനാണല്ലോ തന്റെ ഭാര്യയോട് പറയുകയാണ്, ശ്രീരാമനെ പോലെ 1 വർഷം ആരുടെയോ കൂടെ കഴിഞ്ഞ ആളിനെ ഞാനാണെങ്കിൽ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത്, തെറ്റ് ചെയ്ത ഭാര്യമാരെ കൂടെ ജീവിക്കാൻ അനുവദിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ മര്യാദകൾ ലംഘിക്കപ്പെടുന്നു. അപ്പൊ ഇത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ശ്രീരാമൻ അതിന് നിർബന്ധിതനാകുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അപ്പോൾ അത്യാവശ്യമായിരുന്നു എന്ന് നമുക്ക് കാണാം, അനിവാര്യമായിരുന്നു. അതുപോലെ ആധുനിക ലോകത്ത് ധാരാളം മഹാത്മാക്കളെ നമ്മളിന്ന് കാണുന്നുണ്ട്. അതിൽ സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും ഗുരുക്കന്മാരും ബിസിനസ്സുകാരും എല്ലാവരും ഉണ്ട്. അതിലെന്തുകൊണ്ട് മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, APJ, സർ ഐസക് ന്യൂട്ടൻ, ജവഹർലാൽ നെഹ്റു, നെപ്പോളിയൻ, എബ്രഹാം ലിങ്കൺ, ശ്രീനാരായണ ഗുരു, സോക്രട്ടീസ്, ഷേക്സ്പിയർ, ഗുരു നാനാക്ക്, ശ്രീബുദ്ധൻ, ഖലീഫ ഉമർ, മദർ തെരേസ തുടങ്ങിയവർ കോടികളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നതെന്നും നമുക്കറിയാം. അവരവരുടെ കർമ്മമണ്ഡലത്തിൽ അവർ മഹനീയ സ്ഥാനങ്ങൾ അവരുടെ പ്രവൃത്തിക്ക് അവർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുത്തത്. അതെ, ഒരുവന്റെ മഹത്വം അറിയപ്പെടുന്നത് തന്റെ കർമ്മത്തിലൂടെയാണ്. തിരുവള്ളുവർ ഖുറൽ 505 രാജധർമ്മങ്ങളിൽ ഒരു ഭരണാധിപന്റെ മഹത്വം അവന്റെ കർമ്മവുമായി വളരെയധികം കെട്ടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളായിരിക്കണം രാജാവിന് ശ്രദ്ധ വേണ്ടതെന്നും എല്ലാത്തിലും ഉപരിയായിട്ട് അതുപോലെ രാജമഹത്വം കൈവരിക്കേണ്ടത് സൽ പ്രവർത്തികളിലൂടെ ആകണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഖുറൽ 505 പെരുമയ്ക്കും ഏനൈ ചിറുമയ്ക്കും തത്തം കർമ്മമേ കട്ടളയ്ക്കൽ, മേന്മയ്ക്ക് അല്പത്വങ്ങൾക്കും ഒരുത്തന്റെ കർമ്മം താൻ ഉരകല്ലാകുന്നു. ഓവർ. താങ്ക് യു സർ. ആരാ സാറേ? നായനാർ സാറേ? ജോർജ് സാറുണ്ടോ? റോയ് സാറാണോ? ജോർജ് സാറ്? ഷെയർ ചെയ്യുന്നുണ്ട്, ആരാ ഉള്ളതെന്ന് കാണത്തില്ല. ഖുറൽ 505 പെരുമയ്ക്കും എനൈ ചിറുമയ്ക്കും തത്തം കർമ്മമേ കട്ടളയ്ക്കൽ, മേന്മയ്ക്കും അല്പത്വങ്ങൾക്കും ഒരുത്തന്റെ കർമ്മം താൻ ഉരകല്ലാകുന്നു. ഓൺ ഡീഡ്സ് ബിക്കം ടച്ച് സ്റ്റോൺ ഫോർ ഫെയിം നോട്ടോറിറ്റി. താങ്ക് യു. 506. ഇനി 506 മുതൽ 510 വരെ പറയുന്നതെല്ലാം ആരെ സ്വീകരിക്കണം ആരെ ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളത് മാത്രമാണ്. എല്ലാ ഖുറനിലും ആ വാക്കാണ് പറയുന്നത്, സ്വീകരിക്കുക ഒഴിവാക്കുക എന്നുള്ള വാക്ക്. അതുകൊണ്ട് ആശയങ്ങളും ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് ഇത് വരുന്നത് എന്ന് എളുപ്പത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. 506 അറ്റാரை தேறுதல் ஓம்புக மற்றவர் பற்றிலர் நானார் கழி, சுற்றத்தாரின் தொடர்பு அற்றவரை நம்பி தெளியக்கூடாது, അവർ ഉലകത്തിൽ പറ്റ് ഇല്ലാത്തവരാകിയാൽ പഴിക്ക് കാണമാട്ടാർ. അപ്പം എങ്ങനത്തെ ആൾക്കാരെ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല? ആദ്യത്തെ ലക്ഷണം പറയുകയാണ്. അറ്റാരൈ, അറ്റർ നിന്ന് ബന്ധുമിത്രാദികൾ, അറ്റാരൈ ബന്ധുക്കൾ ഇല്ലാത്തവരെ, ഒറ്റയാന്മാരെ. രണ്ടാമത്തെ വാക്ക് തേറുതൽ ഓമ്പുക, സ്വീകരിക്കുന്നത് ഒഴിവാക്കണം. കാരണം
അവർ മറ്റ് ലോകവുമായി മറ്റു വിധത്തിൽ പറ്റിയിലർ, യാതൊരു സ്നേഹബന്ധവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് അവർ പഴി കേൾക്കുക എന്ന ഭാവത്തെ നാണാർ, ഒരിക്കലും ഭയപ്പെടുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു ഇതുമില്ലാത്ത ആൾക്കാരെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഴിഭാവങ്ങളെ കുറിച്ച് അവർക്ക് വലിയ ബോധം ഇല്ലാത്തതുകൊണ്ട് അവരെ അത് ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൂട്ട് നമുക്ക് നന്നായിരിക്കില്ല എന്ന് പറയും. 506 ഇതിൽ പറയുമ്പോൾ പിന്നെ ഒരു ചെറിയ ഇതോടെ പറയുന്നുണ്ട്. ഒരു സംഭവം തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാമരാജന്റെ ലൈഫിലുള്ള ഒരു കാര്യമാണ്. കോയമ്പത്തൂരിലൊന്ന് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്ന് അദ്ദേഹത്തോട് വന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് അവർ കുറെ ആൾക്കാർ ചേർന്ന് 20 ലക്ഷം സമാഹരിച്ചിട്ടുണ്ട്. ബാക്കി 80 ലക്ഷം ഗവൺമെന്റിന് ഇടണം, എന്നിട്ട് 1 കോടി കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാം. പക്ഷെ അതിന്റെ ഭരണവും കാര്യങ്ങളൊക്കെ 20 ലക്ഷം മുടക്കുന്ന ആൾക്ക് തന്നെ വേണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ 80 ലക്ഷം ഗവൺമെന്റ് മുടക്കാമെങ്കിൽ 20 ലക്ഷവും ഗവൺമെന്റ് തന്നെ മുടക്കി അതിന്റെ ഭരണം ഏറ്റെടുക്കാൻ അവർക്ക് അറിയാം എന്ന് പറഞ്ഞ് അവരെ തിരസ്കരിച്ചു വിടുകയാണ്. ആ ഒരു ഇതും കൂടി ഇവിടെ പറയുന്നുണ്ട് 506 അറ്റാരെ ചേറുതൽ ഓമ്പുക. അങ്ങനത്തെ ആൾക്കാരെ കൂട്ടുപിടിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. കുറൽ 506. അറ്റാரை തേറുതൽ ഓം പുക മറ്റവർ പറ്റിലർ നാണാർ പഴി. ബന്ധുക്കൾ അറ്റോരെ കൊള്ളായികവർ പഴിയഞ്ചാത്തോർ സ്നേഹ നിശൂന്യർ. രാഷ്ട്രസേവനം വാക്കുകൾ കൊണ്ട് മാത്രം പോരാ, ആരെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തരം കാട്ടിക്കൂട്ടലുമല്ല. ആത്മാർത്ഥമായ, സത്യസന്ധമായ, വിശ്വസ്തമായ സേവനമായിരിക്കണം അത്. ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ട ഗുണവും ഇത് തന്നെ. കഴിവില്ലാത്തവരെയും അജ്ഞന്മാരെയും മറ്റും അവരോടുള്ള സ്നേഹ ദൗർബല്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് രാജാവ് മന്ത്രിപദത്തിലേക്ക് നിയോഗിച്ചുകൂടാത്തതാണ്. എല്ലാ രീതിയിലും പരിചയക്കുറവുള്ള ഒരാളെയും മന്ത്രിയാക്കരുത്. അയാളുടെ പിടിപ്പുകേട് നാടിനെ മൊത്തത്തിൽ ബാധിക്കും. ഒരാൾക്ക് ഓടിച്ചു പഠിക്കുവാനുമുള്ള കളിവണ്ടിയല്ല രാഷ്ട്രരഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ എക്സിക്യൂട്ടീവ് തലവൻ എന്ന നിലയിൽ രാജാവ് തന്റെ സ്ഥാനത്തോടൊപ്പമുള്ള അധികാരങ്ങളും ആചാരപരമായ പദവികളും ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഭരണനിർവഹണത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിനും അടിസ്ഥാനമായ എല്ലാ ചർച്ചകളും രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആളുകൾ എപ്പോഴും ഒരു രാജാവിനെ നിരീക്ഷിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാവം മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. എല്ലാവരോടും മാന്യമായി പെരുമാറുകയും തന്റെ ഭാവം മനോഹരവും എന്നാൽ മനസ്സിലാക്കാൻ കഴിയാത്തതുമായി നിലനിർത്തുവാനും ഒരു രാജാവിന് കഴിയണം. രാജാവ് ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ ആത്മനിയന്ത്രണമുള്ളവനായിരിക്കണം. നിരന്തരം പഠിക്കുകയും ചിന്തകൾ വളർത്തിയെടുക്കുകയും ചെയ്യണം. വ്യാജവും മുഖസ്തുതി പറയുന്നതുമായ ഉപദേശകരെ ഒഴിവാക്കുകയും പകരം സത്യവും പ്രാവീണ്യമുള്ളവരും ആയ മുതിർന്നവരുമായി സഹവസിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. തന്റെ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് വളരെയധികം ഉപകാരപ്പെടും. രാജാവിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മറ്റുള്ളവരല്ല, മറിച്ച് കാമം, കോപം, അത്യാഗ്രഹം, അഹങ്കാരം, മണ്ടത്തരം എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. നീതിമാനായതുകൊണ്ട് ഒരു രാജാവ് തന്റെ ജനത്തിന്റെ വിശ്വസ്തത നേടുന്നത് എങ്ങനെയാണ്? നീതിമാനായതുകൊണ്ട് മാത്രമാണ് ഒരു രാജാവ് തന്റെ ജനങ്ങളുടെ വിശ്വസ്തത നേടുന്നത്. താങ്ക് യു. കുറൽ 506. അറ്റാரை തേറുതൽ ഓം പുക മറ്റവർ പറ്റിലർ നാണാർ പഴി. ബന്ധുക്കൾ അറ്റോരെ കൊള്ളായികവർ പഴിയഞ്ചാത്തോർ സ്നേഹ നിശൂന്യർ. Don't rely upon those who have left kith and kin. They would not be shy of blaming or lacking love for relations. Thank you. റോയ് സാറാണോ? അടുത്തെടുക്കട്ടെ. മാനാർ സാറേ. എടുക്ക. കുറൽ 507.
അങ്ങനത്തെ ഞാൻ എടുക്കട്ടെ അത്? ഇല്ല. എടുത്തു സർ. ആ സാർ പറ. സാർ കാതന്മൈ തമിഴല്ലേ പറയണ്ടേ? അതെ ഇംഗ്ലീഷ് പറയണോ? ഉണ്ട് സാർ, തമിഴ് പറഞ്ഞോളൂ. 507 காதன்மை கந்தா அறிவறியார் தேறுதல் பேதைமை எல்லாம் தரும். அறிய வேண்டியவற்றை அறியாதிருப்பவரை அன்புடைமை காரணமாக நம்பி തെളിந்தവർക്ക് എല്ലാ അറിയാമയെയും കൊടുക്കും. അതായത് ആദ്യത്തെ വാക്ക് കാതന്മൈ, സ്നേഹത്തിൻ്റെ ദൗർബല്യം, കന്ത കാരണമായിട്ട്, അറിവ് തനിക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ അറിയാർ ഒന്നും തന്നെ അറിയാത്തവരെ, മൂഢന്മാരെ, തേർതൽ കൈക്കൊള്ളുന്നത്, പേദമയെല്ലാം സകലമായ അബദ്ധങ്ങളും തരും, അറിവിന് വരുത്തി വയ്ക്കും. അതായത് കഴിവില്ലാത്തവരെയും അജ്ഞതന്മാരെയും മറ്റും അവരോടുള്ള സ്നേഹ ദൗർബല്യങ്ങൾ നിമിത്തം സ്വീകരിക്കുകയാണെങ്കിൽ, നിർണായക സ്ഥാനങ്ങളിൽ നിയമിക്കുകയാണെങ്കിൽ അത് എല്ലാ അവിവേകങ്ങൾക്കും ഇടവരുത്തും. രാജാവിന് സ്നേഹമൊരു ശക്തിയാവാം, ദൗർബല്യം ആയിക്കൂടാ എന്ന് കവി പറയുന്നുണ്ട്. ഇവിടെയും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ വേണം ഉള്ളത് കവി നന്നായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഒരു ദൗർബല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷത്തിൽ വേറെ ആളെ തിരഞ്ഞെടുക്കാൻ പാടില്ല. താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 51, തെരുന്ത് തെളിതൽ, തെരഞ്ഞെടുക്കൽ, അതായത് വിശ്വാസബോധം എന്നുള്ള അർത്ഥം കൂടി വരുന്നുണ്ട്. കുറൾ 507 കാതന്മൈ കന്ത അറിവ് അറിയാർ തേറുതൽ പേദൈമൈ എല്ലാം തരും. സ്നേഹ ദൗർബല്യത്താൽ അജ്ഞരെ കൊൾകിൽ ഏറെ അബദ്ധങ്ങൾ ഉണ്ടാ. സ്നേഹ ദൗർബല്യത്താൽ അജ്ഞരെ കൊൾകിൽ ഏറെ അബദ്ധങ്ങൾ ഉണ്ടാകും. ഈ കുറളിൽ പറയുന്നത് കഴിവില്ലാത്തവരെയും അജ്ഞന്മാരെയും മറ്റും അവരോടുള്ള സ്നേഹനിമിത്തം അത് ദൗർബല്യമായി സ്വീകരിച്ചുകൊണ്ട് നിർണായക സ്ഥാനങ്ങളിൽ അവരെ നിയമിക്കുകയാണെങ്കിൽ അത് എല്ലാ അവിവേകങ്ങൾക്കും പരാജയങ്ങൾക്കും ഇടവരുത്തും. ഈ കുറൾ പറയുന്നത് രാജാവിന് സ്നേഹം ഒരു ശക്തിയാകണം, പക്ഷേ ദൗർബല്യമാകരുത്. തങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളെ കുറിച്ച് അജ്ഞരാണെന്ന് നടിച്ചുകൊണ്ട് നീതിയുക്തമായ ഒരു സമൂഹത്തെ കൂടുതൽ ന്യായമായി സങ്കല്പിക്കാൻ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് അജ്ഞതയുടെ മൂടുപടം. ധൃതരാഷ്ട്രർ രാജാവായി പുത്രസ്നേഹത്താൽ ദുര്യോധനനെ രാജാവായി നിയോഗിച്ചപ്പോൾ തന്റെ ജ്യേഷ്ഠപുത്രനായ യഥാർത്ഥ രാജാവകാശിയായ ധർമ്മപുത്രരെ അവഗണിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് എന്തെല്ലാമാണ് നഷ്ടമായത്, കൈവിട്ടുപോയത്. ദുര്യോധന പക്ഷത്ത് നിന്ന ഗുരുക്കന്മാർക്കും ജ്ഞാനികൾക്കും അജ്ഞത ബാധിച്ചുവോ? അതിന്റെ പരിണത ഫലം എന്തായിരുന്നു? അതുപോലെ അറിവ് എന്താണ്? അറിവ് നടിക്കുന്നവർ ഏറെയുള്ള സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വലിയ സൈദ്ധാന്തികന്മാരുടെ പേര് പറയുന്നത് അറിവാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. സാമ്പത്തിക വിദഗ്ധരെ പോലെ സംസാരിക്കുകയും സാമൂഹ്യ ശാസ്ത്രജ്ഞരായി സ്വയം ഭാവിക്കുന്നവരും കൂടുതലും മലയാളികളാണ്. തെളിവുണ്ടായാൽ പോലും വിശ്വസിക്കുന്ന തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന വിഡ്ഢികളെ തിരുത്താൻ കഴിയില്ല. അജ്ഞരാണവർ. നിരന്തരമായ നിരീക്ഷണവും പഠനവും നടത്തി സ്വയം തിരുത്തിക്കൊണ്ട് മുന്നോട്ടു പോകലാണ് പുരോഗതി എന്നിരിക്കെ ഇത്തരം പുരോഗമന ചിന്താഗതിക്കാരെ പുറന്തള്ളി എത്രയെത്ര അജ്ഞാനികളാണ് നമ്മെ പുരോഗമന പാതയിലേക്ക് നയിക്കാൻ ഇന്ന് നിയോഗിച്ചിട്ടുള്ളത്. വായനയിൽ നിന്ന് ആർജിച്ച അറിവ് പുനരവതരിപ്പിച്ചത് കൊണ്ട് ഒരാൾ ജ്ഞാനിയാകുന്നില്ല.
എല്ലാവർക്കും ഏകലവ്യന്മാരാകാൻ കഴിയില്ല. അതായത് തന്റെ നിരന്തരമായ അഭ്യാസത്തിലൂടെ അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ ഏകലവ്യൻ വിജയിച്ച വന്ന ഒരു ആളാണ്. അതുപോലെ ആയില്ലെങ്കിൽ പോലും ഒരു സാധാരണ ചായപ്പീടികയിലെ സ്ഥിര പത്രവായന നടത്തുന്നയാളിനെ പോലെ അല്പം അറിവുള്ളവനാകാം. അതുപോലെ ഒരു സ്ഥാപനത്തിന്റെ രാജാവെന്ന് പറയുന്നത് അതിന്റെ ചെയർമാൻ തന്നെയാണ്. ബിസിനസ്സുകൾ വിജയിക്കുന്നത് അറിവും കഴിവും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. അതിൽ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും അവരുടെ ബിസിനസ്സിനെ കുറിച്ചും നമുക്കറിയാം. ബിസിനസ്സിൽ എങ്ങനെ കരുക്കൾ നീക്കണമെന്ന് അറിയാവുന്നവർ വിജയിക്കുന്നു. രത്തൻ ടാറ്റ കഴിഞ്ഞപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെയും ടാറ്റ സൺസിന്റെയും ചെയർമാനായ ശ്രീ നടരാജൻ ചന്ദ്രശേഖരൻ കമ്പനിയെ പുരോഗതിയുടെ പാതയിലേക്ക് നാൾക്കുനാൾ പിടിച്ചു കയറ്റുന്നത് അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ വിശ്വാസവുമാണ്. യൂസഫ് അലിയെ നമുക്ക് ഇതിനൊരു ഉദാഹരണമായി പറയാം. അതെ, ഒരു രാജ്യമാകട്ടെ, ഒരു സ്ഥാപനമാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു സംസ്ഥാനമാകട്ടെ, ഒരു രാജ്യമാകട്ടെ, തീർച്ചയായും സ്നേഹ ദൗർബല്യം കണക്കിലെടുക്കാതെ അതൊരു ശക്തിയായി മാത്രം, സ്നേഹത്തെ ഒരു ശക്തിയായി മാത്രം മുന്നോട്ട് പോകാൻ ആണ് ഈ തിരുവള്ളുവർ ഈ കുറളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കുറൾ 507. കാതന്മൈ കന്ത അറിവ് അറിയാർ തേറുതൽ പേദൈമൈ എല്ലാം തരും. സ്നേഹ ദൗർബല്യത്താൽ അജ്ഞരെക്കൊള്ളിൽ ഏറെ അബദ്ധങ്ങൾ ഉണ്ടാവും. ഓവർ സർ, താങ്ക് യു. Tirukkural, chapter 51, explains about the sense of the trust. Kural 507 states that all problems will arise if on excessive affinity ignorant people are trusted. Ignorant will suffer all the pains of selection if those does not know because of love that combination will bring all kind of ignorance. Things can only be known through those who have knowledge about them. A situation will arise where we will not be able to act on subtleties of things we need to know through research. That is, things that need to be known can only be known through those who have knowledge about them. A situation will arise where it is impossible to know and act on normal matters. Love should be kept as love. Knowledge should be kept as knowledge. Thank you. Over. 508. தேரான் திறனை தெளிந்தான் வழிமுறை ஈரான் இடும்பை தரும். மற்றவனை பற்றி ஒன்றும் ஆராயாமல் தெளிந்தால் அது அவனுக்கு மட்டுமல்லாமல் அவனுடைய வழிமுறையில் தோன்றியவர்க்கும் തീരാத തുമ്പത്തെ കൊടുക്കും. തേരാൻ തിറനൈ, രണ്ടാമത്തെ വാക്ക് ആദ്യം എടുക്കുക. തിറനൈ, തേരാൻ, തന്നോട് യാതൊരു ബന്ധവും പരിചയവും ഒന്നുമില്ലാത്ത ഒരുവനെ തേരാൻ, ജനനം, സംസ്കാരം മുതലായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ തെളിന്താൻ, കൈക്കൊള്ളുന്ന രാജാവിന് അത് നിമിത്തം വഴിമുറൈ, സന്തതി പരമ്പരകൾ കൂടി തീരാ, ഒരിക്കലും വിട്ടൊഴിയാത്ത ഇടുമ്പൈ, ദുരിതം തരും, ഭവിക്കുന്നു. ഓവർ. ശ്രീകുമാരി മാം അല്ലേ? അതെ. ശ്രീകുമാരി മാം സൗണ്ട് കുറവാണല്ലോ. ഇല്ല ഇല്ല ഇല്ല.
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. മുകളിലോട്ട് Correct ആണ്. കേൾക്കാം. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ആ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ആ ഓക്കെ. ഓക്കെ, താങ്ക് യു. ആരായാതന്യനെ ചേർപ്പോன்றേ തലമുറക്കാരിലും ദുരിതങ്ങൾ നീളും. ആരായാത ശുദ്ധനെ സ്നേഹിച്ചു കൈക്കൊള്ളിൽ താനല്ല തൻ വംശം കൂടി ദുഃഖിച്ചിടും. അശുദ്ധനെ സ്നേഹിച്ചാൽ തനിക്കു മാത്രമല്ല തൻ്റെ വംശത്തിനും ദുഃഖകാരണമായി തീരും എന്നാണ് പറയുന്നത്. പ്രവൃത്തി ചെയ്യുമ്പോൾ കുറ്റമറ്റ രീതിയിൽ ചെയ്യുക. സൽക്കർമ്മം ആയാലും കുറ്റമറ്റതല്ലെങ്കിൽ ദുഷ്പേരിന് കാരണമാകും. നമ്മുടെ കുലത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം തന്നെ അത് ദുഃഖകരമായി തീരും. അതിലുപരി കർത്തവ്യം ഏൽപ്പിക്കരുത്. അവരെ കർത്തവ്യങ്ങളൊന്നും ഏൽപ്പിക്കാനും പാടില്ല. വിശ്വസ്തനാക്കരുത്. അത് രാജാവിനും പിൻഗാമികൾക്കും ദുഃഖകരമായ അനുഭവം ഉണ്ടാക്കും. എല്ലാം ആരാഞ്ഞിട്ട് വേണം ഒരാളിനെ തിരഞ്ഞെടുക്കാൻ. ഒരാളുടെ പ്രവൃത്തികളിൽ, അയാളുടെ വാക്കുകളിൽ എല്ലാത്തിലും വിശ്വാസം അർപ്പിക്കാൻ പാടില്ല. മനസ്സിലാക്കിയിട്ട് വേണം വിശ്വാസം അർപ്പിക്കാൻ. അല്ലെങ്കിൽ രാജാവ് കാര്യങ്ങളിൽ കഷ്ടപ്പെടേണ്ടി വരും. അശുദ്ധനെ കൈക്കൊള്ളുന്നതും ശുദ്ധനിൽ സംശയം തോന്നുന്നതും തെറ്റായ രീതിയാണ്. ഒരാളെ തൻ്റെ വിശ്വസ്തനായി നിയമിക്കുമ്പോൾ രാജാവ് അയാളിലുള്ള വിശ്വാസം ശരിക്കും മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അത് ശരിക്കും പ്രധാനമായ കാര്യമാണ്. എല്ലാം ബുദ്ധിപൂർവം ആലോചിച്ചുറച്ച് തന്ത്രപരമായി കാര്യങ്ങൾ നീക്കിയാലേ രാജാവ് വിജയശ്രീലാളിതനാകൂ എന്ന് വ്യക്തം. 508 തേരാൻ പിറനൈ തെളിന്താൻ വഴിമുறை തീരാ ഇടുമ്പൈ തരും. ഓവർ സർ. താങ്ക് യു. താങ്ക് യു. കേൾക്കാമോ? ഇപ്പോ കേട്ടാ ലാസ്റ്റ്? കേട്ടു. ഓക്കെ. ഇംഗ്ലീഷ് ആരാ version സാറേ? റോയ് സർ. റോയ് സാർ ഇതും കൂടെ പറഞ്ഞേക്കാവോ? മ്യൂട്ടാണ് സാർ. റോയ് സാർ മ്യൂട്ടാണ്. ശരി. Without inquiry, if one is trusted, not only one who trusts, but his row of possessors will get endless sorrow. Okay. താങ്ക് യു. 509 தேரர்க்கு யாரையும் தேராது தேர்ந்தവിൻ തേറുക തേറും പൊരുൾ. ഒരേ വാക്ക് കൊണ്ട് തന്നെയാണ് കവി അവിടെ അമ്മാനാടുന്ന പോലെയാണ്. தேரர்க்கு யாரையும், யாரையும் ஆராயாமல் தெளியக்கூடாது. நன்றாக ஆராய்ந்த பிறகு அவரிடம் தெளிவாக கொள்ளத்தக்க பொருள்களை தெளிந்து நம்ப வேண்டும். தேரர்க்கு யாரையும், രണ്ടാമത്തെ വാക്ക് ആദ്യം എടുക്കണം. യാരെയും, അരസൻ ഒരാളെ പോലും, ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് തേരാതെ, എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിച്ചറിഞ്ഞ് പൂർണ്ണമായി ബോധ്യപ്പെടാതെ, ആദ്യത്തെ വാക്ക് തേരർക്ക്, സ്വന്തം വലയത്തിൽ കൈക്കൊള്ളാതിരിക്കുക. അരസൻ ഒരാളെ പോലും പൂർണ്ണമായി ബോധ്യപ്പെടാതെ കൈക്കൊള്ളാതിരിക്കുക. പിന്നെ തേർന്നവിൻ, ആദ്യത്തെ വരിയിൽ നാലാമത്തെ വാക്ക് തേർന്നവിൻ, അങ്ങനെ കൈക്കൊണ്ടതിന് ശേഷം രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തത് മൂന്നാമത്തെ വാക്ക് തേറും പൊരുൾ, ഓരോ കാര്യത്തിലുമായുള്ള സത്യാവസ്ഥ കണ്ടറിഞ്ഞ് തേറുക, വിശ്വസിക്കുക, കൂടെ നിർത്തിക്കൊള്ളുക. അതായത് ഒരിക്കലും ആളിനെ കുറിച്ച് നന്നായിട്ട് ബോധ്യം വരാതെ കൂടെ നിർത്തരുത്. അങ്ങനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളത്
വളരെ വിശ്വസ്തമായിട്ടാണ് അവൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ഓ താങ്ക് യു സർ. ഖുർആൻ 509 തേറർക ആരെയും തേരാതു തേർந்த പിൻ തേറുക തേറും പൊരുൾ ആരായാതാരെയും കൊള്ളായിക കൊണ്ട പിൻ വിശ്വാസം കൊള്ളുക. ഒരു രാജാവിന് മിത്രങ്ങൾ ഉണ്ടാകാം. അവരെ 4ആയി തിരിക്കാം. ഒന്നാമത്തെ കൂട്ടർ രാജാവിന്റെ ഉദ്ദേശങ്ങളോട് യോജിക്കുന്നവരാകാം. രണ്ടാമത്തെ കൂട്ടർ രാജാവിനായി എല്ലാം അർപ്പണം ചെയ്ത് കഴിയുന്നവരാകാം. മൂന്നാമത്തെ കൂട്ടർ രാജാവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. നാലാമത്തെ കൂട്ടർ രാജാവ് ദാനം നൽകി സ്വാധീനിച്ച് കൂടെ നിർത്തുന്നവരാണ്. ഇനിയും 5മതൊരു തരക്കാരുണ്ട്. ഗുണമായാലും ദോഷമായാലും ധർമ്മത്തിൽ മാത്രം വേരൂന്നി നിൽക്കുന്നവർ. രാജാവ് തരം പോലെ ധർമ്മത്തെയും അധർമ്മത്തെയും അനുഷ്ഠിക്കേണ്ടി വരും. അതിനാൽ ഭരണത്തിൽ വിജയിക്കണമെങ്കിൽ രാജാവ് മിത്രങ്ങളുടെ കാര്യത്തിൽ അത്യധികം ശ്രദ്ധ പതിപ്പിക്കരുത്. മന്ത്രിമാരിൽ പൂർണ്ണമായ വിശ്വാസം വെച്ച് പുലർത്തുകയും അരുത്. വിശ്വാസവും അവിശ്വാസവും കൊണ്ടുള്ള നയമാണ് രാജാവിന് അഭികാമ്യം. ഒരു രാജാവ് ബന്ധുക്കളെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കരുതെന്ന് ഈ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. എന്നാൽ ബന്ധുബലം രാജാവിന് ശോഭനീയമായി വരുന്നു. ഇത്തരുണത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും പുറമെ വിശ്വസനീയമെന്ന് ബന്ധുവിന് തോന്നുന്ന വിധത്തിലും പെരുമാറുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ തൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഏറ്റവും അധികം വിനയാന്വിതരും ആത്മനിയന്ത്രണമുള്ളവരെയും സത്യസന്ധരും ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അവർക്ക് വേണ്ടത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുകയും വേണം. യുദ്ധമന്ത്രി ഉന്നത കുലജാതനും രാജാവിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവനുമാകണം. രാജസേവകനാണെങ്കിലോ ഉന്നത കുലജാതനും രാജാവിന് പോലും ബഹുമാന്യനുമായിരിക്കണം. അയാൾ ഏത് പരിതസ്ഥിതിയിലും രാജാവിന്റെ ഹിതം മാത്രം നോക്കുന്നയാളായിരിക്കണം. ഉയർന്ന സൈനികോദ്യോഗസ്ഥനാവട്ടെ ഉന്നത കുലജാതനും രാജാവിന്റെ ദേശത്തുള്ളവനുമായിരിക്കണം. ജ്ഞാനത്തോടൊപ്പം അംഗസൗഷ്ഠവവും സൗന്ദര്യവും ഉള്ളവനായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയാൾ രാജാവിനെ ഭക്തിപൂർവം ആദരിക്കുന്നവനുമായിരിക്കണം. രാജാവിന്റെ മന്ത്രിമാരും പ്രമുഖ സഹായികളും അതുപോലെ വേദനിപുണരായ 4 ബ്രാഹ്മണരും 8 ക്ഷത്രിയർ ആയുധ വൈദഗ്ധ്യമുള്ളവരും ധനികരായ 21 വൈശ്യരും 3 ശൂദ്രർ സൂതവംശത്തിൽ ഒരാൾ ഇവരായിരിക്കണം എന്ന് മഹാഭാരതത്തിലെ 13-ാം അധ്യായം അനുശാസന പർവം എന്ന അധ്യായത്തിൽ രാജധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ കുറ്റം ചെയ്തവർക്ക് ഉചിത ശിക്ഷ നൽകാനും മടിക്കരുത്. ധനികർക്ക് പിഴ ഈടാക്കണം, സ്വത്ത് കണ്ടുകെട്ടണം, ദരിദ്രർക്ക് അവരുടെ സ്വാതന്ത്ര്യ നഷ്ടം വരുത്തുന്ന വിധത്തിൽ തെറ്റിന്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷ വിധിക്കണം. അതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒരിക്കലും രാജാവ് നികുതി പിരിക്കരുത്. തേനീച്ച പുഷ്പങ്ങളിൽ നിന്ന് തേനെടുക്കുന്നത് പോലെയാവണം രാജാവ് നികുതി വസൂലാക്കാൻ. പെൺപുലി തന്റെ കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചാലും കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വേദനിക്കില്ല. ഈ വിധം വേണം ഒരു രാജാവ് തന്റെ പ്രജകളോട് പെരുമാറേണ്ടതെന്നും ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ഖുർആൻ 509 തേറർക യാരെയും തേരാതു തേർந்த പിൻ തേറുക തോറും പൊരുൾ ആരായാതാരെയും കൊള്ളായിക കൊണ്ട പിൻ പരാഞ്ഞു വിശ്വാസം കൊള്ളുക. താങ്ക് യു. Quran 509 state that don't trust anyone without inquiry. After knowing, believe in their reliable potentials. Let men be chosen with deliberate care. When once the choice is made, let no suspicious. Trust no man whom you have not fully tried. When tested in his prudence proved confide. Let choose no one without previous consideration. After he has made his choice, let him unhesitatingly select for each such duties as are appropriate. അന്വേഷിച്ചറിയാതെ ഒരാളെ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്നതിന് മാത്രമല്ല അവരുടെ സന്തതി പരമ്പരകൾക്ക് വരെയും തീരാ ദുഃഖമുണ്ടാകുമെന്ന് ഒരാൾ പറയുന്നു. ഓക്കെ, താങ്ക് യു. 510 അവസാനമായിട്ട് കവി പറയുന്നതാണ് 2 തരത്തിലുള്ള
അതായത് സുഹൃത്തുക്കൾ നമ്മൾ എടുക്കുന്നതും പിന്നെ അവര് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും രണ്ടും ദോഷമായ തരത്തിലുള്ള പറയും. തേരാൻ തെളിവും തെളിന്താൻ കൻ അയ്യുറവും ഈരായിടുമ്പൈ തരും. ഒരുവനെ ആരായമായി തെളിവடைதலும் ஆராய்ந்து தெளிந்தவனிடம் ஐயப்படுதலும் ஆகிய இவை நீங்காத துன்பத்தை தரும். തേരാൻ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. കാര്യങ്ങളൊന്നും അന്വേഷിച്ചറിയാത്തവനെ തെളിവും കൈക്കൊള്ളലും തെളിന്താർക്കാൻ എല്ലാം അറിഞ്ഞ് കൈകൊണ്ട് കഴിഞ്ഞവന്റെ പേരിൽ അയ്യുറവും സന്ദേഹം കൊള്ളലും ഇവ രണ്ടും തീരാ ഒരിക്കലും വിട്ടൊഴിയാത്ത ഇടുമ്പൈ അസ്വസ്ഥത്തെ ദുഃഖഹേതുക്കളായ സന്ദർഭങ്ങളെ തരും, സൃഷ്ടിക്കും. രാജാവ് പോരാതെ ഒന്നും അന്വേഷിച്ചറിയാതെ ഒരുത്തിനെ സ്വീകരിക്കുന്നത് ദുഃഖത്തിന് ഇടവരുത്തും. അതുപോലെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രവൃത്തിയിലും അവരെ നിരന്തരമായി സംശയിച്ചു കൊണ്ടിരിക്കുന്നതും ഒഴിയാത്ത അസ്വസ്ഥത്തിന് ഇടവരുത്തും. ഈ 51-ാമത്തെ അധികാരത്തില് തിരുവള്ളുവർ വളരെ ഇതായിട്ട് പറയുന്നത് ആരെ നമ്മുടെ കൂടെ നിർത്തണം, ആരെ കൂടെ നിർത്താൻ പാടില്ല, അത് നിർത്തിക്കഴിഞ്ഞാലും എന്തൊക്കെ ശ്രദ്ധിക്കണം, അന്ധമായിട്ട് വിശ്വസിച്ച് നിൽക്കരുത്, പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഏത് കാലഘട്ടത്തിലും ഈ വരും തലമുറയ്ക്കും അത് ഉപകാരപ്രദമാണ്. ആരോട് കൂട്ടുകൂടാം, ആരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ ഒരു അർജുന് അത് പറയുമ്പോൾ പോലും അതൊരു വ്യക്തിക്കും അത് ബാധകമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാത്തിൽ നിന്നും പിന്നെ നമുക്ക് അതിന്റെ സംഭവങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീല മേഡത്തിനും ഉഷാ മേഡത്തിനും ശ്രീമതി മേഡത്തിനും ജോർജ് സാറിനും റോയ് സാറിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഇന്നത്തെ അധ്യായം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അവസാനം. താങ്ക് യു സർ. കുറൽ 510. തേരാൻ തെളിവും തെളിന്താൻ കൺ അയ്യുറവും തീരാ ഇടുംപൈ തരും. ആരായാതേൽക്കലും ഏറ്റോനിൽ ശങ്കയും തീരാത്ത ദുരിതമേ നൽകൂ. ധർമ്മരാജ്യം ഒരു സങ്കല്പം മാത്രമല്ല, ഇന്നുള്ളവർക്ക് അതൊരു സങ്കല്പം പോലും ആവാനിടയുമില്ല. എന്നാൽ അതൊരു തെളിച്ചമുള്ള യാഥാർത്ഥ്യം തന്നെയായിരുന്നു ആർഷഭാരതത്തിൽ. ധർമ്മമേ വാഴണം എന്റെ നാടൻ, പുത്ര ധർമ്മ കളിപ്പാട്ടമല്ല രാജ്യം എന്നുറക്കെ പ്രഖ്യാപിച്ച ധർമ്മിഷ്ഠനായ മനുനീതി ചോഴൻ എന്ന ചോഴ മഹാരാജാവിന്റെ കഥ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കിരീടാവകാശിയായ ഏകമകൻ രഥം കയറ്റി നിരപരാധിയായ ഒരു പശുക്കിടാവിനെ കൊന്നു. ചോഴൻ അതേപോലെ രഥം കയറ്റി തന്റെ മകനെയും കൊല്ലാൻ കൽപ്പിച്ചു. തള്ളപ്പശുവിന് നീതി നൽകി. മിണ്ടപ്രാണിക്ക് പോലും നീതി ഉണ്ടായിരുന്ന ഒരു കാലം. ഇന്ന് അങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുമോ? മിണ്ടാപ്രാണികളെയെല്ലാം മനുഷ്യരെ ഒന്നടങ്കം രഥമേറ്റി കൊന്നാലും തന്റെ മകനെ കിരീടം ധരിപ്പിച്ച് അനന്തരാവകാശിയാക്കാനുള്ള കുതന്ത്രങ്ങളല്ലേ എവിടെയും നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ എന്തു ധർമ്മം? പണ്ട് സിംഹാസനത്തിന്റെ 7 കാതം അകലെ പോലും അധർമ്മികളുടെ നിഴൽ വീഴുമായിരുന്നില്ല. ഭരിക്കുന്നവർ തന്നെ അധർമ്മികളാകുന്ന ഇക്കാലത്ത് എന്തു കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട്? എങ്കിലും 2000 വർഷം മുമ്പുള്ള ഒരു ഭരണസങ്കല്പം എന്തായിരിക്കണമെന്ന് ഖുറൽ വിശദീകരിക്കുന്ന അധികാരത്തിലാണ് നാം മന്ത്രിമാരെ കുറിച്ചുള്ള ഈ വിലയിരുത്തലുകൾ കണ്ടത്. അന്യനായ ഒരുവനെ മന്ത്രിപദത്തിനു വേണ്ടി അംഗീകരിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തന്നെ ഉരച്ചു നോക്കിയും മാറ്ററിഞ്ഞും പരീക്ഷിച്ചും വേണം സ്വീകരിക്കാൻ. സ്വീകരിച്ചു കഴിഞ്ഞാലും ആളിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. ഓരോ പ്രവൃത്തിയിലും സംശയം തോന്നും. അത് കാരണം ജനജീവിതം കടുത്ത ഒരു ദുരന്തമാവുകയും ചെയ്യും. അവനവന്റെ രാജ്യത്ത് തന്നെ അന്തസ്സും പ്രാപ്തിയും ഉള്ളവർ ആവശ്യത്തിനുള്ളപ്പോൾ എന്തിന് ഒരന്യനെ മന്ത്രിയായി വാഴിച്ച് അവന്റെ പാദസേവ ചെയ്യണം? ആത്മാഭിമാനമുള്ളവർക്ക് അത് ഒരിക്കലും കഴിയില്ല. ഖുറൽ 510. തേരാൻ തെളിവും താൻ കൺ അയ്യുറവും തീരാ ഇടുംപൈ തരും. ആരായാതേൽക്കലും ഏറ്റോനിൽ ശങ്കയും തീരാത്ത ദുരിതമേ നൽകൂ. താങ്ക് യു. Thank you, ma'am. Sacred verse 5:10 warns, trusting one without inquiry and doubting the faithful will give endless grief.
This quarrel underscores a critical principle in building relationships and managing affairs. The twin pitfalls of indiscriminate trust and unwarranted suspicion. It highlights that both these extremes lead to inevitable and profound suffering. Blindly trusting someone without proper evaluation exposes one to deceit and mismanagement, while constantly doubting those who have proven their loyalty can destroy valuable relationships and hinder progress. Such actions cause perpetual distress as they undermine the very foundations of successful interaction. For example, if a business owner hires an individual without any background check, leading to embezzlement, that's trusting one without inquiry. Conversely, if the same owner, despite years of dedicated service, begins to suspect a loyal and efficient manager without any just cause, that's doubting the faithful. Both scenarios will result in enduring problems. Financial ruin in the first case, and the loss of a valuable asset and a perpetually tense work environment in the second. These situations create persistent sorrow and regret, demonstrating the quarrel's timeless wisdom. We can conclude the sense of trust as expounded in Tirukural is not a naive acceptance but a carefully cultivated discernment demanding rigorous testing and continuous re-evaluation. It is the cornerstone of effective leadership, strong relationships, and a stable society where misplaced trust or undue suspicion can lead to endless sorrow and ruin. Please note a poem, A Trusting Heart's Lament. When trust is sown, a garden grows, but doubt a weed, its poison throws. Discern with care, let wisdom guide, lest fragile bonds be cast aside. Thank you, sir. Heartfelt thanks to Sabu sir and Nayanar sir for this platform and all participants. Thank you to Sheila Begum, Usha ma'am, Roy sir, Biju sir, Roy sir, George sir, Srikumari ma'am, and all participants. ഇത് സ്റ്റോപ്പ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ കാണത്തില്ല ആരെ. മതി. പിന്നെ ഓക്കെ, എല്ലാവരുമായി സുധോരൻ സാറും കൂടെ ഉണ്ടായിരുന്നു. സാറ് വന്നിട്ടില്ല. സാറിനെ ഇപ്പൊ കാണുന്നില്ല. ഓക്കെ മാം. അതും ഉണ്ടായിരുന്നു, തുടക്കത്തിലുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അർത്ഥാക്ഷരത്തിലല്ല, കർത്തവ്യപദം. ഇങ്ങനെ മന്ത്രിമാരോ അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണ് കർത്തവ്യങ്ങളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് അടുത്തതില്. കർത്തവ്യ ബോധം, സെൻസ് ഓഫ് ഡ്യൂട്ടിയാണ് അടുത്തതില്. തെരുന്ത് വിനയാടൽ, വിനയം എന്ന് പറഞ്ഞാൽ കർത്തവ്യം ചെയ്യാനുള്ള ഇത്. അവരൊക്കെ രാജാവ് വേണ്ടും വണ്ണം പരീക്ഷിച്ചറിഞ്ഞ് അംഗീകരിച്ച് തന്നോടൊപ്പം നിർത്തുന്ന ആൾക്കാരെ, ഉദ്യോഗസ്ഥ പ്രമാണിമാരെ രാജ്യക്ഷേമത്തിന് വേണ്ടി ഓരോ പ്രവൃത്തി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അതിലുണ്ടാവേണ്ട ആത്മാർത്ഥത, സമർപ്പണബോധം, നിഷ്ഠ എന്നിവയെ കുറിച്ച് ഈ അധികാരത്തിൽ ചിന്തിക്കുന്നു. അടുത്തത് അവൻ എല്ലാം തുടർച്ചയാണ്.
തുടക്കം മുതലേ ഓരോന്നും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു രാജാവിന് വേണ്ടതും രാജ്യത്തിന് വേണ്ടതൊക്കെ. പക്ഷെ അത് ഈ കാലഘട്ടത്തിനും വളരെ പ്രസക്തമാണ്. പക്ഷെ അത് ആരും പാലിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കുള്ള ഒരു ആശങ്ക. ഓക്കെ, ഇന്ന് ഇത്ര വളരെ ധന്യമാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സർ. ഈ താങ്ക് യു. എല്ലാവരും ഫ്രീ ആണെങ്കിൽ ഈ സന്ദർഭത്തിനനുസരിച്ചൊരു പോയം ഞാൻ ചെല്ലാം. പറയൂ മാഡം, വേണോ? പറഞ്ഞോളൂ. വേണം വേണം. Life is so wildly unpredictable. You go on a vacation with your loved ones and terrorists open fire. You show up to celebrate a trophy win and it ends in a deadly stampede. You board a flight for work or leisure and it never lands. You head to the hostel mess for a simple lunch and a plane crashes onto the building. None of them ever thought it would end like that. None of them woke up that morning thinking it would be their last. They were just living, doing what people do, living in the moment, trusting tomorrow would come. And that's the hardest truth about life. Death rarely knocks, it just enters. Quietly, instantly, without permission. And most times in ways we can never prepare for. So if you are breathing right now, pause. Not out of fear, but out of gratitude. Look around, feel the air, hear the sounds. This moment, as ordinary as it may seem, is a privilege. Call someone you love. Tell them, don't wait. Step outside. Look at the sky, even if it is cloudy. Smile at someone. Be kind, even when you don't have to be. Let go of things not worth holding. Forgive if you can. Live deliberately, speak honestly, love fiercely. Because every day we wake up is a day we weren't promised. And that is what makes it so precious. Thank you. താങ്ക് യു മാം. നല്ലതായിരുന്നു. താങ്ക് യു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. സംഭവവും അതുപോലെ തന്നെയാണ് വായിച്ചിട്ടുണ്ട്. ബാബു സാറിന്റെ പിന്നെ മദറിലോ ആണേലും 2-3 ദിവസം മുമ്പ് എപ്പോഴാണോ ആ സന്ദർഭത്തിന് തൊട്ട് മുന്നേ വരെ ഒന്നും ആലോചിക്കുന്നില്ലല്ലോ. നെഗറ്റീവായിട്ടൊന്നും ആലോചിക്കാതെ ജീവിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് വരുന്നത്. അതെ അതെ. എക്സ്പെക്ട് ഓൾവേസ് അൺഎക്സ്പെക്ടഡ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം മീനാക്ഷി മാം പറഞ്ഞ സ്റ്റോറിയിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിരുന്നു. എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരു സന്തത സഹചാരിയാണ് ഡെത്ത് എന്ന് പറയുന്നത്. അത് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കാര്യമാണത്. ഡെത്ത് മാത്രല്ല മാം, ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ത് സംഭവം വന്നാലും നമുക്കത് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ജീവിതത്തിൽ. എന്ത് ചെറിയ സംഭവമാണ് എപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ, അല്ലേ? വിചാരിക്കാത്ത സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഓരോന്ന് വരുന്നത്. പോസിറ്റീവ് വന്നാലും ആരും അതിനെ പ്രത്യേകം പരിഗണിക്കാറില്ല. നെഗറ്റീവ് വരുമ്പോഴൊക്കെ കൂടുതൽ പരിഗണിക്കുള്ളൂ. അതെ സാർ, ഞാൻ ഇപ്പൊ എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഇന്നലെ വൈകിട്ട് ഈ സമയമായപ്പോൾ പെട്ടെന്ന് പോലീസുകാർ വിളിച്ചു, ഒരു കുട്ടിയെ കൊണ്ടിരുന്നുണ്ടെന്നും പറഞ്ഞു. അത് ഞാനോർത്ത് ഇവിടെ എങ്ങാനും ഉള്ള പിള്ളേർ വല്ലതും ആയിരിക്കും. അപ്പം നോക്കുമ്പം കൂടെ അമ്മയോ അപ്പനോ ആരുമില്ല. അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അപ്പം അന്വേഷിച്ച് നോക്കിയപ്പം കാസർഗോഡുള്ള ഒരു കുട്ടിയാണ്. അത് സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, ഒരു ബൊലേറോ നിറച്ച് പിള്ളേർ ടൂർ വന്നു വയനാട്ടിൽ. അപ്പോൾ ഒരു സ്കൂട്ടറുകാരനുമായിട്ട് എന്തോ ഉരച്ചു. അപ്പം ഈ ബൊലേറോ കൊണ്ടുപോയി സ്കൂട്ടറിനിട്ട് ഇടിച്ചു. ആ സ്കൂട്ടറിൽ പുറകിലിരുന്ന് 71 വയസ്സുള്ള ലേഡി മരിച്ചു.
അപ്പം ഒരു 302 വകുപ്പ് പ്രകാരം ഉള്ള കുറ്റമായി. അപ്പൊ അത് ആക്സിഡന്റ് ആയിരിക്കും ആ മട്ടില് ഡ്രൈവറെ മാത്രം അറസ്റ്റ് ചെയ്തപ്പോൾ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി ഈ കാസർഗോഡുള്ള പിള്ളേരെ വിളിച്ചു വരുത്തേണ്ടി വന്നു. അതിലൊരു ജുവനയിലുണ്ടായിരുന്നു. അതിന്റെ വീട്ടിലാണ് ഒരു കഴിവുമില്ല, പാപം തോന്നും കണ്ടാൽ. അപ്പൊ അമ്മ വരാതിരുന്നാൽ പറ്റില്ല. അപ്പം ഇന്നലെ രാത്രി വേറെ പിള്ളേരെ ജയിലിൽ ജാമ്യം എടുക്കാൻ അവിടുന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു, ഈ കൂട്ടത്തിലുള്ള ജുവനയിലല്ലാത്തവരെ. അപ്പം ഞാൻ പറഞ്ഞു ആ കൂടെ അമ്മ ഇന്ന് വരുവാണെങ്കിൽ, ഇന്ന് സിറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്ന് വരുവാണെങ്കിൽ കുറെ എളുപ്പമുണ്ട് അവർക്ക്, ആ കൂടെ വരാമല്ലോ, അല്ലെ പിന്നെ ഒറ്റയ്ക്ക് വരേണ്ടി വരുമല്ലോ. എന്തായാലും അമ്മ വരണം. ഒരു ആ പിള്ളേരുടെ എല്ലാവരുടെയും വീട് സാധാരണ വീടുകളാണ്. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അവരെല്ലാരും ഇവിടെ വന്നുകൊണ്ടിരിക്കണം, ഇവിടെ റൂം എടുത്ത് താമസിക്കും. പൈസ ഉണ്ടായിട്ടല്ല. അതിൽ ഒരാൾ എല്ലാ 20 വയസ്സിന്റെ അറൗണ്ടുള്ള പിള്ളേരാണ്. ഒരാൾ ഗൾഫിലേക്ക് റെഡിയായിരിക്കുന്ന ആളാണ്, 2 പേര് 2 കോഴ്സിന് പോകാനുള്ളവരാണ്. അങ്ങനെ 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 എല്ലാം നിന്ന് പോയില്ലേ പെട്ടെന്നല്ലേ. അതെ അതെ, അത് എല്ലാ യാദൃച്ഛികമാണ്. ഫാമിലിയിലെയും അതൊക്കെ എല്ലാ ഉൾക്കൊള്ളാൻ നമുക്ക് ഫാമിലിയിലെയും എല്ലാ ഫാമിലിയിലെയും ഫ്ലോ പോയില്ലേ. അതെ, ഒന്ന് സ്ട്രക്കായി. കുറച്ച് നാളത്തേക്ക് അതെ, പിള്ളേരെ കളഞ്ഞേച്ച് അച്ഛന്മാർക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? ചെലവിന് കൊടുക്കണമെങ്കിൽ ആ അപ്പന്മാര് ജോലിക്ക് പോകണം, അമ്മേ. അതെ, അങ്ങനത്തെ വീട്ടുകാരാണ്. അതെ, എല്ലാം വരുന്നതൊക്കെ അനുഭവിക്കുക എന്നുള്ളതും അതിൽ നിന്ന് എന്തുവാ ഉയർത്തെഴുന്നേൽക്കേണ്ടതും മാത്രമേ നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. എന്തും ഫേസ് ചെയ്യാൻ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ് മരണം. അതെ, മരണം അല്ല, മമ്മൂട്ടി പറഞ്ഞ പോലെ എന്തായാലും 200 വർഷമൊന്നും നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് പിന്നെ ആ ഉള്ള സമയം നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എൻജോയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതില് എല്ലാം വരും. മറ്റുള്ളവരോടുള്ള അനുകമ്പ, പിന്നെ മറ്റുള്ളവരോട് ചെയ്യുന്ന സഹായങ്ങള്, മറ്റുള്ളവരുടെ ദുഃഖത്തില് പങ്കുചേരുന്നത്, അസുഖം കേൾക്കാൻ നമ്മൾ ഇരിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മളെക്കാൾ പ്രായമുള്ളവരെ അസുഖങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് നിസ്സാരവൽക്കരിച്ച് കളയാതെ അല്ലെങ്കിൽ കളിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാതെ അവരെ എല്ലാ കാര്യങ്ങളും കേൾക്കുക, പിന്നെ മക്കൾ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക. കേൾക്കുന്നത് തന്നെ ഒരു വലിയ സഹായമായിട്ടാണ് തോന്നുന്നത്, അല്ലേ റോയ് സർ? ഒരാൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നത് തന്നെ. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഈ വീടുകളിൽ വയസ്സായ ആളുകളുണ്ടല്ലോ വീട്ടിലിരിക്കുന്ന. ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന വയസ്സായെങ്കിൽ പോലും നമ്മൾ പറയുന്നതൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ട്. പക്ഷെ പലരും പറയുന്നത്, അവർ പറയുമ്പോൾ അത് കേൾക്കുക പോലും ചെയ്യാതെ അങ്ങ് നടന്നു പോവുക. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും എന്തൊരു അവഗണനയാണ് അവിടെ സംഭവിക്കുന്നത്. അത് കുട്ടികൾ കണ്ട് പഠിക്കുകയല്ലേ എന്നൊക്കെ നമ്മൾ ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. അത് ശരിക്കും കുറച്ച് വയസ്സായ പിന്നെ രാമായണം വായിച്ച് മൂലക്കിരിക്കുന്നു പറയുന്ന പോലത്തെ ഒരു മനസ്സാണ് ചെറുപ്പക്കാരുടെ ഉള്ളിലുള്ളത്. സത്യം. എന്തൊരു അനുഭവത്തിന്റെ ഭണ്ഡാരങ്ങളാണ് അവര്. പക്ഷെ അത് ഉൾക്കൊള്ളുന്നില്ല നമ്മളെ സമൂഹം, അത്രേ ഉള്ളൂ. അല്ലെ? ഒരു കുട്ടി ഒരു 18 വയസ്സായ അല്ലെങ്കിൽ 20 വയസ്സായ ഒരു കുട്ടി 60 വയസ്സായ ഒരാള് പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ, കാരണം അവൻ 60 വയസ്സാകുമ്പോഴായിരിക്കും അവൻ ആ എക്സ്പീരിയൻസിലൂടെ അറിവ് കിട്ടുന്നത്. പക്ഷെ അവൻ അവരുടെ ആ ഒരു അറിവ് സ്വീകരിക്കാതെ പോകുന്ന വഴി അവൻ എന്തെല്ലാം നഷ്ടപ്പെടും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പിള്ളേരെ ഒന്ന് പഠിപ്പിക്കണം, ബോധവൽക്കരിക്കണമെന്ന് പലപ്പോഴും തോന്നും. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് പറയുമായിരുന്നല്ലോ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മളെ വീടുകളിൽ ഇങ്ങനെ നിരന്തരം ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ടിട്ട് നമ്മൾ പഠിച്ചു വന്നവരാണ്. അതുകൊണ്ട് നമ്മളിപ്പം സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അത്രയും ഒന്നും ഇപ്പോഴത്തെ മക്കൾക്കില്ല. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ വീട്ടിലെയും മക്കൾക്ക് ഇപ്പോ സൗകര്യങ്ങളുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള മക്കൾക്ക് വല്ലതും തികയുന്നുണ്ടോ? തികയുന്നുമില്ല. അവർക്ക് പരാതികളാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ കേട്ടതാണ്, അച്ഛനോട് വഴക്ക് പറയാണ്, നല്ല സമയത്ത് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ചു വെക്കാൻ പാടില്ലായിരുന്നു. ആ ആളിന് ഇപ്പൊ വയസ്സ് 48ആയി. ഞാനിപ്പോ കിടന്ന് കഷ്ടപ്പെടണമായിരുന്നു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ
വീട്ടുകാരോട് പറഞ്ഞേ ഈ 48 വയസ്സിനുള്ളിൽ ഇവൻ എന്ത് സമ്പാദിച്ചു എന്നൊന്ന് ചോദിക്കാൻ. അങ്ങനെ വയസ്സിന് ചോദിച്ചപ്പോ ഉത്തരവില്ല. അല്ല, കുറച്ച് വയസ്സായാൽ പിന്നെ ഇവരാരും ചോദിക്കേണ്ടതൊന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വയസ്സായവരൊന്നും തിരിച്ച് ചോദിക്കുന്നില്ല, തിരിച്ച് പറയുന്നില്ല. ഇല്ല അപ്പൊ അത് എളുപ്പമായി. ഇല്ല ഇല്ല, കാരണം അവർക്ക് ജീവിക്കണമല്ലോ, അവിടെ അവരെ കൂടെ ജീവിക്കണമല്ലോ. വല്ലതും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടെ ഇല്ലാതാവും എന്നുള്ളത് കൊണ്ട് പാവങ്ങള് ഒന്നും മറുപടി പറയുന്നില്ല. അത്രേ ഉള്ളൂ. നായനാർ സാർ ഒന്നും പറയുന്നില്ല. സാറ് ക്ഷീണിതനാണെന്ന് തോന്നുന്നു. നമുക്ക് നിർത്താം അല്ലേ സാർ? നിർത്താം സർ. താങ്ക് യു സർ. ശരി സാർ. സാർ ഇത് ഓഫ് ചെയ്യോ? സാർ ഓഫ് ചെയ്തോളോ? ഇത് എല്ലാവരും ലെഫ്റ്റ് ആയാൽ മതിയോ സാറേ? ആ. ഓക്കെ, താങ്ക് യു.